ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. കുംഭഭരണി ആശംസകൾ. പല ദേവീക്ഷേത്രങ്ങളിലും വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് ചെട്ടികുളങ്ങരയിലെ ഉത്സവമാണ് കുംഭഭരണി. എല്ലാവർക്കും എല്ലാ ആശംസകളും. നമുക്ക് ഭാഗവതജ്ഞാനഗംഗയിലേക്ക് പ്രവേശിക്കാം. 40-ാം അധ്യായം, ദശമസ്കന്ധത്തിലെ 40-ാം അധ്യായം, അക്രൂരസ്തുതി. അതാണ് വിഷയം. നമ്മൾ ആദ്യത്തെ ഒരു 10 ശ്ലോകങ്ങളോളം കണ്ടു. തുടർന്ന് കാണണം. ആകെ 30 ശ്ലോകങ്ങളാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 40-തമോऽധ്യായഃ. അക്രൂര ഉവാച നതോസ്മ്യഹം ത്വാഖില ഹേതുഹേതും നാരായണം പൗരുഷമദ്യമവ്യയം യന്നാഭിജാതാദരവിന്ദകോശാത് ബ്രഹ്മാവിരാസീത് യത ഏഷ ലോകഃ. ഭൂസ്തോയമഗ്നിഃ പവനഃഖമാദിഃ മഹാൻ അജാദിഃ മന ഇന്ദ്രിയാണി സർവേന്ദ്രിയാർത്ഥാ വിബുധാശ്ച സർവേ യേ ഹേതവസ്തേ ജഗതോംഗഭൂതാഃ. നൈതേ സ്വരൂപം വിദുരാത്മനസ്തേ യജാദയോനാത്മതയാ ഗൃഹീതാഃ. അജോനുബദ്ധഃ സഗുണൈരജായ ഗുണാത് പരം വേദ ന തേ സ്വരൂപം. ത്വാം യോഗിനോ യജന്ത്യദ്ധ മഹാപുരുഷമീശ്വരം സാധ്യാത്മം സാധിഭൂതം ച സാധിദൈവം ച സാധവഃ. ത്രയ്യാ ച വിദ്യയാ കേചിത് ത്വാം വൈ വൈതാനികാ ദ്വിജാഃ യജന്തെ വിതതൈർയജ്ഞൈഃ നാനാരൂപാമരാഖ്യയാ. ഏകേ ത്വാഖില കർമാണി സന്യസ്യ ഉപശമം ഗതാഃ. ജ്ഞാനിനോ ജ്ഞാനയജ്ഞേന യജന്തി ജ്ഞാനവിഗ്രഹം. അന്യേ ച സംസ്കൃതാത്മാനോ വിധിനാ വിഹിതേന തേ യജന്തി തന്മായാസ്ത്വാം വൈ ബഹുമൂർത്യേകമൂർത്തികം. ത്വാമേവാന്യേ ശിവോക്തേന മാർഗേണ ശിവരൂപിണം ബഹ്വാചാര്യവിഭേദേന ഭഗവൻ സമുപാസത്തെ. സർവ ഏവ യജന്തി ത്വാം സർവദേവമയേശ്വരം
യേപ്യന്യദേവതാ ഭക്താ യദ്യപ്യന്യധിയഃ പ്രഭോ യഥാദ്രിപ്രഭവാ നദ്യഃ പർജന്യാപൂരിതാഃ പ്രഭോ വിശന്തി സർവതഃ സിന്ധും തദ്വത്വാം ഗതയോന്തതഃ സത്വം രജസ്തമ ഇതി ഭവതഃ പ്രകൃതേർഗുണാഃ തേഷു ഹി പ്രാകൃതാഃ പ്രോതാ ബ്രഹ്മസ്ഥാവരാദയഃ തുഭ്യം നമസ്തേ സ്ത്വവിഷക്തദൃഷ്ടയേ സർവാത്മനെ സർവധിയാം ച സാക്ഷിണേ ഗുണപ്രവാഹോയമവിദ്യയാ കൃതഃ പ്രവർത്തത്തെ ദേവനൃതിര്യഗാത്മസു അഗ്നിർമുഖം തേ അവനിരംഘ്രിരീക്ഷണം സൂര്യോ നഭോ നാവിരധോ ദിശശ്രുതിഃ ദ്യൗകം സുരേന്ദ്രാസ്തവ ബാഹവോർണവാഃ കുക്ഷിർമരുത്പ്രാണബലം പ്രകൽപ്പിതം രോമാണി വൃക്ഷൗഷധയഃ ശിരോരുഹാ മേഘാ പരസ്യാസ്തി നഖാനി തേദ്രയഃ നിമേഷണം ഭ്രാത്യഹനീ പ്രജാപതിഃ മേഢ്രസ്തു വൃഷ്ടിസ്തവ വീര്യമീഷ്യതേ ത്വയി അവ്യയാത്മൻ പുരുഷേ പ്രകൽപ്പിതാഃ ലോകാഃ സപാലാ ബഹുജീവസങ്കുലാഃ യഥാ ജലേ സഞ്ജിഹതേ ജലൗകസോऽപി ഉദുംബരേവാമശകാ മനോമയേ യാനി യാനീഹ രൂപാണി ക്രീഡനാർത്ഥം വിഭർഷിഃ തൈരാമൃഷ്ടശുചോ ലോകാമുദാ ഗായന്തി തേ യശഃ നമഃ കാരണമത്സ്യായ പ്രളയാബ്ധിചരായ ച ഹയശീർഷ്ണേ നമസ്തുഭ്യം മധുകൈടഭമൃത്യവേ അകൂപാരായ ബൃഹതേ നമോ മന്ദരധാരിണേ ക്ഷിത്യുദ്ധാരവിഹാരായ നമഃ സൂകരമൂർത്തയേ നമസ്തേദ്ഭുതസിംഹായ സാധുലോകഭയാപഹ വാമനായ നമസ്തുഭ്യം ക്രാന്തത്രിഭുവനായ ച നമോ ഭൃഗൂണാം പതയേ ദൃപ്തക്ഷത്രബലച്ഛിതേ നമസ്തേ രഘുവർയായ രാവണാന്ധകരായ ച നമസ്തേ വാസുദേവായ നമഃ സംകർഷണായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ സത്വതാം പതയേ നമഃ നമോ ബുദ്ധായ ശുദ്ധായ ദൈത്യദാനവമോഹിനി മ്ലേച്ഛപ്രായ ക്ഷത്രഹന്ത്രേ നമസ്തേ കൽക്കിരൂപിണേ ഭഗവൻ ജീവലോകോയം മോഹിതസ്തവ മായയാ അഹം മമേത്യസദ്ഗ്രാഹോ ഭ്രാമ്യത്തെ കർമ്മവത്മസു അഹം ചാത്മാത്മജാകാരധാരാർത്ഥസ്വജനാദിഷു ഭ്രമാമി സ്വപ്നകൽപേഷു മൂഢഃ സത്യധിയാ വിഭോ അനിത്യാ അനാത്മദുഃഖേഷു വിപര്യയമതിർഹ്യഹം ദ്വന്ദ്വാരാമസ്തമോവിഷ്ടോ ന ജാനീത്വാത്മനഃ പ്രിയം യഥാ അബുദോ ജലം ഹിത്വാ പ്രതിച്ഛന്നം തദുദ്ഭവൈഃ അഭ്യേതി മൃഗതൃഷ്ണാം വൈ തദ്വത്വാഹം പരാങ്മുഖഃ നോത്സഹേഹം കൃപണദീഃ കാമകർമ്മഹതം മനഃ रोद्धुं प्रमादिभिश्चाक्षैः ह्रियमाणमितस्ततः सोऽहं तवाङ्घ्रिभगतोऽस्म्य दुरापं तच्चाप्यहं भवदनुग्रह ईशमन्ये पुंसो भवेद्यर्हि संसरणापवर्गः त्वय्यब्जनाभ सदुपासनयामति स्यात् नमो विज्ञानमात्राय सर्वप्रत्ययहेतवे पुरुषेश प्रधानाय ब्रह्मणे अनन्तशक्तये नमस्ते वासुदेवाय सर्वभूतक्षयाय च ऋषिकेश नमस्तुभ्यं प्रपन्नं पाहि मां प्रभो। हरि ओम्। इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे अक्रूरस्तुतिर्नाम चत्वारिंशत्तमोऽध्यायः। सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द। नारायणाखिल गुरो भगवन्नमस्ते, नारायणाखिल गुरो भगवन्नमस्ते, नारायणाखिल गुरो भगवन्नमस्ते।
ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം. അപ്പോൾ കംസന്റെ നിർദ്ദേശമനുസരിച്ച് ബലരാമസ്വാമിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും മധുരാപുരിയിലേക്ക് കൊണ്ടുപോകാനായി വന്ന അക്രൂരൻ ഗോകുലത്തിൽ നിന്ന് രഥത്തിൽ രാമകൃഷ്ണന്മാരെ നയിച്ചു കൊണ്ടുപോകുന്ന വഴിയിൽ കാളിന്തി നദിയിൽ ഇറങ്ങി സ്നാനം ചെയ്യുന്ന സന്ദർഭത്തിൽ രഥത്തിലിരിക്കുന്ന രാമകൃഷ്ണന്മാരെ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ താൻ മുങ്ങിയപ്പോൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ട് വീണ്ടും രഥത്തിലേക്ക് നോക്കിയപ്പോൾ അവർ രഥത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും പിന്നെയും അത്ഭുതത്തോടെ നിമജ്ജനം ചെയ്ത അദ്ദേഹത്തിന് ഭഗവാന്റെ വൈകുണ്ഠ ദർശനം, ആദിശേഷ ഭഗവാനും ആ മെത്തയിൽ ശയിക്കുന്ന മറ്റ് നാരായണമൂർത്തിയുമായിട്ട് ദർശനം കൊടുത്തപ്പോൾ ഭക്തിപരവശനായി, ഗദ്ഗതകണ്ഠനായി, രോമാഞ്ച കളയവരനായി, അശ്രുപൂർണ്ണ നേത്രനായി അക്രൂരൻ സ്തുതി ചെയ്തു എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ അധ്യായം നമ്മൾ അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ 40-ാം അധ്യായം. അത് 30 ശ്ലോകങ്ങളും അക്രൂരകൃത ഭഗവത് സ്തുതിയാണ്. അക്രൂരൻ ഭഗവാന്റെ പാരമാർത്ഥികമായ തത്വം അറിഞ്ഞുകൊണ്ടും ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരാദി കാരണങ്ങൾ ആയിട്ട് വർത്തിക്കുന്നതും ഭഗവാനിലാണ് ഈ വിശ്വം ഇരിക്കുന്നത്, ഭഗവാൻ വിശ്വമൂർത്തിയാണ് അഥവാ വിരാട് പുരുഷനാണ് എന്നെല്ലാമുള്ള ഭാവങ്ങളെയും അതുപോലെ ഭഗവാന്റെ വിവിധ അവതാര മൂർത്തികളെയും എല്ലാം സ്തുതിച്ച് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്തോത്രം, ഒരു സ്തുതി. അതാണ് അക്രൂരകൃത ഭഗവത് സ്തുതി. അതിൽ നമ്മൾ ആദ്യത്തെ 10 ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അഖില ഹേതുവായ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അങ്ങ് നാരായണനാകുന്നു, ആദ്യ പുരുഷനാകുന്നു, അവ്യയനാകുന്നു. എന്നുവെച്ചാൽ അങ്ങേക്ക് ആദിയില്ല, അങ്ങേക്ക് കാരണമില്ല, അങ്ങ് പൂർണ്ണനാകുന്നു, അങ്ങ് നാശരഹിതനാകുന്നു. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണങ്ങൾക്കും കാരണഭൂതനാകുന്നു, 24 തത്വങ്ങൾക്കും കാരണഭൂതനാകുന്നു, അല്ലെങ്കിൽ ബ്രഹ്മാദി ദേവന്മാർക്കും കാരണഭൂതനാകുന്നു. ഏതൊരു അങ്ങയുടെ നാഭി കമലത്തിൽ നിന്നാണ് ആ ബ്രഹ്മാവ് ആവിർഭവിച്ചത്, ആ ബ്രഹ്മാവിൽ നിന്നാണല്ലോ ഈ ലോകങ്ങളുണ്ടായത്. അതുപോലെ ജഗത്തിന്റെ കാരണഭൂതങ്ങളായിരിക്കുന്ന പഞ്ചഭൂതങ്ങളാകട്ടെ, അഹങ്കാരതത്വമാകട്ടെ, മഹത്തത്വമാകട്ടെ, മൂലപ്രകൃതിയാകട്ടെ, മനസ്സ് മുതലായിട്ടുള്ള അന്ധകരണങ്ങളാകട്ടെ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളാകട്ടെ, ഇതെല്ലാം സർവ ഇന്ദ്രിയ വിഷയങ്ങളായ ശബ്ദസ്പർശ രൂപ ഗന്ധാദികളും ദേവന്മാരും എല്ലാം അങ്ങയുടെ അംഗഭൂതാഹ, തേ അംഗഭൂതാഹ, അങ്ങയുടെ അംഗത്തിൽ ഭവിച്ചവയാകുന്നു, അങ്ങയുടെ അംശങ്ങളാകുന്നു, അങ്ങയിൽ നിന്ന് ഉത്ഭവിച്ചവയാകുന്നു. അങ്ങയുടെ യഥാർത്ഥ സ്വരൂപത്തെ അജാദികൾ പോലും അറിയുന്നില്ല, ബ്രഹ്മാദി ദേവന്മാർ പോലും അറിയുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നത് ആ ഗുണാത്മകമായിരിക്കുന്ന സ്വരൂപമാണ്. അതിൽ നിന്ന് പരനായിരിക്കുന്ന അങ്ങയെ അറിയാൻ വളരെ വിഷമമാണ്. അങ്ങനെ ഉള്ള അങ്ങയെ യോഗികൾ മഹാപുരുഷനായി, ഈശ്വരനായി ആരാധിക്കുന്നു. അതുപോലെ സാധുജനങ്ങൾ, ഭക്തജനങ്ങൾ അങ്ങനെ അങ്ങയെ സാധ്യാത്മം അഥവാ ആധ്യാത്മികമായിട്ടുള്ള എല്ലാമായിട്ടും, അതിഭൂതമായിരിക്കുന്ന സകലവുമായിട്ടും, അതിദൈവമായിരിക്കുന്ന സകലവുമായിട്ടും എല്ലാം ആരാധിക്കുന്നു. വേറെ ചിലർ വൈദിക കർമ്മങ്ങളെ കൊണ്ട് അങ്ങയെ വിസ്തരിച്ച് യജ്ഞങ്ങളിലൂടെ ആരാധിക്കുന്നു. നാനാരൂപ ദേവന്മാരുടെ പേരിൽ
അങ്ങേക്ക് ആഹൂതി സമർപ്പിക്കുന്നു. വേറെ ചിലർ എല്ലാ കർമ്മങ്ങളെയും സന്യസിച്ച് ജ്ഞാനയജ്ഞം കൊണ്ട് അങ്ങയെ ജ്ഞാനവിഗ്രഹനായി ഉള്ള അങ്ങയെ ജ്ഞാനികൾ പൂജിക്കുന്നു. സന്യാസികൾ അങ്ങയെ നിവൃത്തിധർമ്മത്തിലൂടെ ആരാധിക്കുന്നു. വേറെ ചിലർ സംസ്കൃതാത്മാക്കളായിരിക്കുന്ന അന്ധകരണ ശുദ്ധിയുള്ളതായിട്ടുള്ള ആളുകൾ അങ്ങയെ വിധിപ്രകാരമുള്ള കർമ്മങ്ങളെ കൊണ്ട് ബഹുമൂർത്തിയായും ഏകമൂർത്തിയായും അങ്ങയെ ത്വന്മയഭാവത്തിൽ ആരാധിക്കുന്നു. വേറെ ചിലർ അങ്ങയെ ആ ശിവമാർഗങ്ങളിലൂടെ ശിവരൂപിയായി ഓരോ ആചാര്യന്മാരുടെയും ഉപദേശങ്ങൾക്കനുസരിച്ച് ആചാര്യവിഭേദങ്ങൾക്കനുസരിച്ച് ഉപാസിക്കുന്നു. വിവിധങ്ങളായ ശൈവ സമ്പ്രദായങ്ങളിലൂടെ ആരാധിക്കുന്നതും അങ്ങയെ തന്നെയാണ്. അപ്പൊ ശിവരൂപിയായിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. ഇനി സർവദേവമഹേശ്വരനായ അങ്ങയെ എല്ലാവരും ഓരോ രീതിയിൽ ആരാധിക്കുന്നു. ഇനി ആരൊക്കെ അന്യദേവതാ ഭക്തന്മാരുണ്ടോ, അന്യബുദ്ധികളോടുകൂടിയവരുണ്ടോ, അവരൊക്കെ വാസ്തവത്തിൽ അങ്ങയെ തന്നെയാണ് ഭജിക്കുന്നത്. ഏതുപോലെ ഒരു പർവ്വതത്തിൽ നിന്ന് മഴ പെയ്യുമ്പോൾ ഉത്ഭവിക്കുന്നതായിട്ടുള്ള നദികളെല്ലാം ഒരേ സമുദ്രത്തിൽ ചെന്ന് വിലയം പ്രാപിക്കുന്നത് പോലെ എവിടുന്നുള്ള ഏത് മാർഗത്തിലുള്ള ആരാധനയായിക്കോട്ടെ, ഏത് ദേവതയെക്കുറിച്ചിട്ടുള്ള ആരാധനയായിക്കോട്ടെ, എല്ലാം അന്തത്തിൽ അങ്ങയെ തന്നെയാണ് വന്ന് പ്രാപിക്കുന്നത്. സത്വം അല്ലെന്താ യഥാദ്രി പ്രഭവാൻ അദ്യ പർജന്യാപൂരിത പ്രഭോ വിശന്തി സർവതസിന്ധും തദ്വത്വാം ഗതയോ അന്തതഃ. ഇപ്പോൾ പല നദികൾ പല രീതിയിലാണ് ഒഴുകുക. ചിലത് നേരിട്ട് സമുദ്രത്തിലേക്ക് ഒഴുകും, ചിലത് ഒരുപാട് ദൂരം വളഞ്ഞു പൊളഞ്ഞൊഴുകും, ചിലത് മറ്റ് നദികളുമായി സംഗമിച്ച് ചേർന്ന് ഒന്നിച്ചൊഴുകും. അങ്ങനെ പല രീതിയിലാണ് നദികൾ സമുദ്രത്തിൽ എത്തിച്ചേരുക. ഇതുപോലെയാണ് ഈശ്വരാരാധനാ മാർഗങ്ങളെല്ലാം പല രീതിയിൽ എവിടെയായാലും എപ്പോഴായാലും അത് അവസാനിക്കുന്നത് അങ്ങയിൽ തന്നെ ആയിരിക്കും. അത് ചിലപ്പോൾ ഈ ജന്മം സാധിച്ചില്ല എന്ന് വരും ചിലർക്ക്. അവർ പോകുന്ന വഴി വളഞ്ഞതായതുകൊണ്ട് ഈ ജന്മത്തിൽ ആ ലക്ഷ്യത്തിൽ എത്തിയില്ല എന്ന് വരും. പക്ഷെ അടുത്ത ജന്മത്തിലോ ഏതെങ്കിലും ഒരു ജന്മത്തിലെങ്കിലും അവര് ആ വഴിയിൽ അവസാന ലക്ഷ്യത്തിൽ എത്തിച്ചേരും. എത്ര വളഞ്ഞു പോയാലും ലക്ഷ്യം അങ്ങ് തന്നെയാകുന്നു. എങ്ങനെയാണോ വളഞ്ഞൊഴുകുന്ന നദികളും സമുദ്രത്തിൽ തന്നെ ചെന്ന് പതിക്കുന്നത്, ചെന്ന് വിലയം പ്രാപിക്കുന്നത്, അതുപോലെ. അപ്പോൾ ഏത് ആരാധന ചെയ്താലും അത് ഭഗവാനെ തന്നെയാണ് ആരാധിക്കുന്നത് എന്ന് ഭഗവാൻ ഗീതയിലൂടെ പറഞ്ഞത് അതിനു മുമ്പേ തന്നെ അക്രൂരൻ ഭഗവാനോട് പറയുന്നു. എല്ലാവരും അങ്ങയുടെ വഴിക്ക് തന്നെയാണ്. ഭഗവാൻ പറഞ്ഞു, മമ പത്മാനുവർത്തന്തേ മനുഷ്യാപാർത്ഥ സർവശഃ. എല്ലാ മനുഷ്യരും സർവപ്രകാരത്തിലും സർവമാർഗങ്ങളിലൂടെയും വന്ന് എന്നിലേക്ക് തന്നെയാണ് പ്രാപിക്കുന്നത്. പിന്നെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാം. സത്വം രജസ്തമയിതി ഭവതഃ പ്രകൃതേർഗുണാഃ തേഷു ഹി പ്രാകൃതാഃ പ്രോതാഃ ആ ബ്രഹ്മസ്ഥാവരാദയഃ. സത്വം രജസ്തമയിതി ഭവതഃ പ്രകൃതേർഗുണാഃ തേഷു ഹി പ്രാകൃതാ പ്രോതാഃ ആ ബ്രഹ്മസ്ഥാവരാദയഃ. ഇവിടെ ഈ പ്രകൃതിയിൽ അങ്ങയുടെ തന്നെ ഭവതഃ പ്രകൃതേഹ ഗുണാഹ, ഭവതഃ പ്രകൃതേഹ അങ്ങയുടെ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് സത്വം രജഃ തമഃ ഇതി. സത്വമെന്നും രജസ്സെന്നും തമസ്സെന്നുള്ളതായിട്ടുള്ള 3 ഭാവങ്ങൾ പ്രകൃതിയുടെ ഗുണങ്ങൾ. അത് അങ്ങയുടെ തന്നെ ശക്തിയാണ് ഈ പ്രകൃതി. തേഷു ഹി പ്രാകൃതാഃ പ്രോതാഃ ആ ബ്രഹ്മസ്ഥാവരാദയഃ. ആ ബ്രഹ്മ സ്ഥാവരാദയ, ബ്രഹ്മാവ് മുതൽ സ്ഥാവരങ്ങൾ വരെ, ചെറിയ പുൽക്കൊടികൾ വരെ എല്ലാവരും പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. അതുകൊണ്ട് അവരെല്ലാം പ്രാകൃതാഹ എന്ന് പറഞ്ഞു.
പ്രകൃതിയിൽ നിന്ന് ഭവിച്ചവർ അവരെല്ലാം തേഷു പ്രോതാഹ, ഈ പറഞ്ഞ പ്രകൃതിയുടെ ഗുണങ്ങളാൽ കോർക്കപ്പെട്ടവരാകുന്നു, അല്ലെങ്കിൽ ആ ഗുണങ്ങളിൽ കോർക്കപ്പെട്ടവരാകുന്നു, ഈ പ്രകൃതിയിൽ തന്നെ പെട്ടവരാകുന്നു ഈ പറഞ്ഞ ബ്രഹ്മാദികളെല്ലാം. അപ്പോ രജോ ഗുണപ്രധാനിയായിട്ടുള്ള ബ്രഹ്മദേവൻ, തമോ ഗുണപ്രധാനിയായിട്ടുള്ള രുദ്രൻ, അതുപോലെയുള്ളതായിട്ടുള്ള ഓരോരോ ദേവതകൾ, ഓരോ ജീവന്മാരും അല്ലെങ്കിൽ മനുഷ്യരും അവരവരുടേതായിട്ടുള്ള ഗുണങ്ങൾക്കനുസരിച്ച് ദേവതകളെ ആരാധിക്കുന്നു. രാജസ പ്രധാനികളായിട്ടുള്ളവർ രാജസ ദേവന്മാരെ ആരാധിക്കുന്നു, താമസ പ്രധാനികളായിട്ടുള്ളവർ താമസ ദേവന്മാരെ ആരാധിക്കുന്നു, സാത്വികന്മാരായിട്ടുള്ള ആളുകൾ സാത്വിക ദേവന്മാരെ ആരാധിക്കുന്നു. രാജസ താമസന്മാർക്ക് വളഞ്ഞ വഴികളാണ്. അവർ ചിലപ്പോൾ അടുത്ത ജന്മങ്ങളിൽ ഒന്നും ചിലപ്പോൾ ഭഗവാനെ പ്രാപിച്ചു എന്ന് വരില്ല. സാത്വികന്മാർക്ക് ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ സാധിക്കാം, അല്ലെങ്കിൽ അവർക്ക് അടുത്ത ജന്മം ഇതിനോട് ബന്ധപ്പെട്ട ജന്മം തന്നെ ആയിരിക്കും, അവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. എന്തായാലും ഏത് ദേവതയെ ആരാധിച്ച അപ്പൊ മുമ്പ് പറഞ്ഞതായിട്ടുള്ള ശ്ലോകങ്ങളുടെ ആശയത്തെ ഒന്നുകൂടെ ഉറപ്പിക്കണം. എല്ലാ ആരാധനകളും ഭഗവാനിൽ അവസാനിക്കുന്നു അല്ലേ? സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് പറയുന്ന ആ തത്വം, ഏത് ദേവനെ നമസ്കരിച്ചാലും ആ ദേവന് കാരണഭൂതനായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ അംശഭൂതന്മാരാണ് ഈ പറയുന്ന ഏത് ഗുണ അഭിമാനി ദേവതകളും. അതുകൊണ്ട് അവരെ പൂജിച്ചാലും അതെല്ലാം അവസാനം ഭഗവാനിലേക്ക് തന്നെ എത്തിച്ചേരുക. പക്ഷേ അവരെ പൂജിക്കുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ആ ഗുണങ്ങൾക്കനുസരിച്ചാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ദേവതകളെ തിരഞ്ഞെടുക്കുന്നത് അവരവരുടെ ഗുണങ്ങൾക്കനുസരിച്ചാണ്. അതിനനുസരിച്ചിട്ടുള്ള ഡിലേ ഉണ്ടാകും. ലക്ഷ്യത്തിൽ എത്താനായിക്കൊണ്ട്, ഭഗവാനിൽ എത്തിച്ചേരാനായിക്കൊണ്ട് ഓരോരുത്തർക്കും ആ ഡിലേ ഉണ്ടാകുന്ന, വളഞ്ഞ വഴിക്കാണ് അവർ വരുന്നത്. വളഞ്ഞ വഴിക്ക് പോയാൽ ഡിലേ ഉണ്ടാവുമല്ലോ. അപ്പോൾ എളുപ്പ വഴി ഏതാണെന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതാണ് ഭാഗവതത്തിന്റെ ആദ്യത്തിൽ എല്ലാം പറഞ്ഞ എല്ലാ ആരാധനകളും വാസുദേവ പരങ്ങളാണ്. ആ വാസുദേവനിൽ എത്തിച്ചേരാനുള്ളതാണ്. എല്ലാ ഗതികളും വാസുദേവനിലേക്കാണ് അല്ലെ? എല്ലാവരുടെയും ലക്ഷ്യം വാസുദേവൻ. ആ വാസുദേവ പ്രാപ്തിയിലൂടെ മാത്രമേ പരമമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. പരമമായ നിർവൃതി അഥവാ ധന്യത, കൃതകൃത്യത എല്ലാം ഉണ്ടാകാൻ പോകുന്നത് ആ ഭഗവാനെ പ്രാപിക്കുമ്പോൾ മാത്രമാണ്. അപ്പം അതുവരയ്ക്കും ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. ഏത് ദേവതകളെ ഉപാസിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇത്തിരി വളഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നത് എന്ന് മാത്രം. അതുകൊണ്ട് എളുപ്പം ഭഗവാനെ പ്രാപിക്കണമെന്ന് വിചാരിക്കുന്നവർ എന്ത് ചെയ്യണം? ആ ഭഗവാനെ, വിഷ്ണുവിനെ, നാരായണനെ തന്നെ ആരാധിക്കണം. സാത്വികന്മാര് സത്വഗുണമൂർത്തിയായ ഭഗവാനെ ആരാധിച്ചാൽ എളുപ്പം ചിത്തശുദ്ധി ഉണ്ടാകുകയും എളുപ്പത്തിൽ ആ ജ്ഞാനപ്രാപ്തിക്ക് അധികാരികളായി തീരുകയും ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല ഗുരുക്കന്മാരിൽ നിന്ന് ആ ജ്ഞാനോപദേശം ലഭിക്കുകയും അതിൻ്റെ നിരന്തരമായിട്ടുള്ള നിധിധ്യാസനം കൊണ്ട്, ശ്രവണ മനന നിധിധ്യാസനം കൊണ്ട് ആ ജ്ഞാനനിഷ്ഠ കൈവരുകയും ചെയ്യും. അതാണ് വേണ്ടത്. ആ ജ്ഞാനനിഷ്ഠയാണ് പ്രാപിക്കേണ്ടത്. അല്ലെങ്കിൽ വഴിതെറ്റിക്കൊണ്ടേയിരിക്കും, അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ എത്ര ജന്മങ്ങൾ. കാരണം നമ്മൾ ഒരിക്കൽ വഴിതെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വീണ്ടും വീണ്ടും തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. നേരെ ഉള്ള വഴിയിലൂടെ പോകുന്നതെങ്കിൽ മിക്കവാറും വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റും. നമ്മൾ ഒരു ശരിക്കുള്ള ഒരു ഡയറക്റ്റ് ഹൈവേ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു. നേരെ ഹൈവേ ഉണ്ട്. തൃശ്ശൂർ ടൗണിലൊന്നും കയറാതെ, എറണാകുളം ടൗണിലൊന്നും കയറാതെ
ആലപ്പുഴ ടൗണിൽ കയറാതെ ബൈപ്പാസുകൾ വഴി, കൊല്ലം ബൈപ്പാസ് വഴി നേരെ തിരുവനന്തപുരത്തേക്ക് പോകാം. അതിലൂടെ വരണച്ചാൽ എളുപ്പത്തിൽ മിനിമം സമയത്തിൽ അവിടെ എത്തിച്ചേരും. എന്നാൽ എവിടെയെങ്കിലുമൊക്കെ വഴിതെറ്റി വളഞ്ഞു തിരിഞ്ഞാലോ, പല ഗ്രാമാന്തരങ്ങളിലേക്കൊക്കെ ചെന്നു കഴിഞ്ഞാൽ, അവിടെ ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയുള്ളവർക്ക് ഏത് വഴിക്കാ പുറത്തേക്ക് പോകേണ്ടതെന്ന് അറിയില്ല, പറഞ്ഞു തരാൻ. എങ്ങനെ പോയാൽ തിരുവനന്തപുരം എത്തും, തിരുവനന്തപുരം റോട്ടിലേക്ക് എത്തും, ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ വഴി കാണിക്കും. നമുക്ക് അനുഭവമുണ്ട് അല്ലേ, നമുക്കൊക്കെ നല്ല അനുഭവമുണ്ട് പറയാം. അപ്പോൾ വളഞ്ഞ് പലയിടത്തും ചുറ്റിക്കറങ്ങി എങ്ങനെയെങ്കിലും അവിടുന്ന് എസ്കേപ്പ് ചെയ്താൽ മതി എന്നാവും മെയിൻ റോഡിലേക്ക് എത്തിച്ചേരാനായിക്കൊണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പിന്നെ ഈ ഗൂഗിൾ മാപ്പൊക്കെ വന്നതുകൊണ്ട് സൗകര്യമുണ്ട്. ആ ഗൂഗിൾ മാപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇട്ട് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു 3 വഴി 4 വഴിയൊക്കെ ചിലപ്പോൾ കാണിച്ചു തരും. പ്രധാനമായിട്ടുള്ള 2 വഴി കാണിച്ചു തരും. ഇതിലേ പോയാൽ ഇങ്ങനെയുള്ള ഇത്ര കിലോമീറ്ററാണ്, ഇത്ര വേഗത്തിലെത്താം, ദ ഫാസ്റ്റസ്റ്റ് റൂട്ട്. മറ്റേ വഴിക്ക് പോയാൽ ടോളുകൾ ഒഴിവാക്കിക്കൊണ്ട് പോകാം, കാശ് ലാഭിക്കാം. അപ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത് സൂക്ഷിക്കണം. നമ്മൾ കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണോ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് നല്ലോണം നോക്കിയിട്ട് വേണം ഓപ്ഷൻ കൊടുക്കാനായിട്ട്. ചിലപ്പോൾ നമ്മൾ അറിയാതെ ടോള് ലാഭിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവയെ കൂടെ അല്ല പോവുക. അത് പറയുമ്പോൾ ഇവിടെ തിരിയൂ എന്ന് പറയും. എന്തിനാണെന്ന് വെച്ചാൽ എവിടെയൊക്കെ ടോൾ ബൂത്തുകളുണ്ടോ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇന്റീരിയർ റോഡിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം കൊടുക്കുന്ന ചോയ്സ് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് നല്ലോണം റീഡ് ചെയ്യണം നമ്മൾ. ഏത് വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് നല്ലോണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം 2-3 വഴികളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നല്ലോണം നോക്കിയിട്ട് ഏതൊക്കെയാണ് ലാൻഡ്മാർക്കുകൾ വഴി പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടൗണിൽ കൂടെയാണ് പോകുന്നത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കൽ. കാശ് ലാഭിക്കാനാണെങ്കിൽ ടോൾ ഒഴിവാക്കിക്കൊണ്ടുള്ള റോഡുകൾ തിരഞ്ഞെടുക്കാം. സമയമുണ്ട് നമുക്ക് ഇഷ്ടം പോലെ എങ്കിൽ അതാണ് നല്ലത്. ചിലപ്പോൾ ചില വഴിക്കൊക്കെ പോകുമ്പോൾ 1000 രൂപ ടോളുണ്ട്. നമ്മൾ ഇവിടുന്ന് മദ്രാസിലേക്കോ ബാംഗ്ലൂരിലേക്കൊക്കെ പോകുമ്പോൾ നല്ല ടോളുകളുണ്ട്. മദ്രാസിലേക്കാണ് നല്ല ടോളുകളുള്ളത്. അപ്പോൾ 1000 രൂപയാണ് ടോളാവുക. ഞാൻ കാഞ്ചീപുരത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു വശത്തേക്ക് തന്നെ 800 ചില്ലാനും ടോള്, തിരിച്ചും അതുപോലെ. പക്ഷേ പലപ്പോഴും നമുക്ക് ആ ടോൾ എമൗണ്ട് കൊടുത്തത് ലാഭിക്കാം എങ്ങനെ? പെട്രോളിലൂടെയും സമയത്തിലൂടെയും. പല റോഡുകളിലും ടോള് ലാഭിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പൊട്ട റോഡുകളായിരിക്കും. ചിലപ്പോൾ വണ്ടി കേട് വരും, ടയർ പഞ്ചറാവാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. ഇനി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് വാഹനത്തിലാണ് പോകണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള റൂട്ട് തിരഞ്ഞെടുക്കണം. കാറിൽ പോകുമ്പോൾ കാറിൻ്റെ ഓപ്ഷൻ കൊടുക്കണം. ബൈക്കിലാണ് പോകണമെന്ന് വെച്ചാൽ അത് കൊടുത്താൽ കുറേ കൂടി എളുപ്പ വഴികളിലൂടെ പോകും. നമ്മൾ കാറിൽ പോയിട്ട് ബൈക്കിൻ്റെ റൂട്ട് ഓപ്ഷൻ ചെയ്താൽ പെട്ടുപോകും. ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ പോകും. ചിലപ്പോൾ ചില നദികളൊക്കെ ക്രോസ് ചെയ്യാനുണ്ടാവും. അത് ബൈക്കൊക്കെ ആണെങ്കിൽ ക്രോസ് ചെയ്യും. 1 അടിയോ 2 അടിയോ വെള്ളമുള്ള ചെറിയ തോടുകൾ, അത് ബൈക്കിലാവുമ്പോൾ കടന്നു പോകും. അങ്ങനെ ബൈക്ക് റോഡുകളായിരിക്കും. ആ വഴിക്ക് കാറിനെ തിരിച്ചു വിട്ടാൽ നിവൃത്തിയില്ല, തിരിച്ചു വരേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതും സൂക്ഷിക്കണം, അല്ലേ? അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെയും. നമുക്കത് ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ നമ്മുടെ അധികാരം നോക്കണം. നമ്മുടെ കയ്യിൽ ഏത് വാഹനമാണുള്ളത്, ആ വഴിക്കാണ് നമ്മൾ പോകേണ്ടത്, എത്ര രൂപയാണുള്ളത്, അതിനനുസരിച്ച് ടോള് കൊടുക്കാൻ തയ്യാറായിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ ടോൾ ഇല്ലാത്ത വഴികളാണ് തിരയുന്നതെങ്കിൽ അതിനനുസരിച്ച് സമയം ഉണ്ടാവണം കയ്യിൽ. നമ്മൾ എന്ത് പ്രോഗ്രാമിനാണ് പോകുന്നത്, ആ സമയത്ത് കൃത്യസമയത്തിന് അവിടെ എത്തുമോ, ഇതെല്ലാം ആലോചിച്ചിട്ട് വേണം പോകാൻ. അപ്പം അതേപോലെ തന്നെയാണ് ആധ്യാത്മിക മാർഗവും. നമ്മുടെ അധികാരം, നമ്മൾക്ക്
ഏത് മാർഗത്തിലാണ് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുക, രുചി, നമ്മുടെ രുചി ഏതാണെന്ന് നല്ലോണം നിശ്ചയിക്കണം. സാത്വികമായിട്ടുള്ള ഉപാസനാവിധികളാണോ നമുക്ക് രുചിയുള്ളത്, അതോ താമസങ്ങളും രാജസങ്ങളുമായിട്ടുള്ള വഴികളാണോ നമുക്കിഷ്ടം? അത് തിരിച്ചറിയണം. ഏത് ഭാവത്തിലാണ് ഭഗവാനെ ഉപാസിക്കാൻ നമുക്ക് ഇഷ്ടം? ഇതെല്ലാം നല്ലോണം ആലോചിച്ച് ഒരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടി നിശ്ചയിച്ചിട്ട് വേണം ഈ യാത്ര, ആധ്യാത്മിക യാത്ര പുറപ്പെടാനായിക്കൊണ്ട്. അപ്പോൾ എളുപ്പത്തിൽ അധികം നഷ്ടം കൂടാതെ, സമയനഷ്ടമോ ധനനഷ്ടമോ വേറെന്തെങ്കിലും നഷ്ടപ്പെടാതെ, നേരെ ആയുസ് പോലും അതില്ലാതെ നേരെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ ഈ പറയുന്ന എല്ലാ ദേവതകളും ഭഗവാന്റെ അംശഭൂതന്മാരാകുന്നു, ഭഗവാന്റെ ത്രിഗുണങ്ങളിൽ നിന്ന് ഭവിച്ചവരാകുന്നു. ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും അതാത് ഗുണങ്ങൾക്കനുസരിച്ചാണ് എന്നർത്ഥം. അങ്ങയിൽ നിന്ന് ഭിന്നന്മാരല്ല, അങ്ങ് സർവദേവമയനാകുന്നു. അതുകൊണ്ട് ഏത് നാമരൂപത്തിലുള്ള ദേവന്മാരെ ഭജിക്കുമ്പോഴും വാസ്തവത്തിൽ ആരെയാണ്, ലക്ഷ്യത്തിൽ ആരെയാണ്, സൂക്ഷ്മത്തിൽ അത് ഭഗവാനെ തന്നെയാണ് ഭജിക്കുന്നത്. ഭജനയ്ക്ക് ഭഗവാൻ തന്നെയാണ് ഫലം കൊടുക്കുന്നത്, അനുഗ്രഹം കൊടുക്കുന്നത് എന്നർത്ഥം. സത്വം രജസ്തമയിതി ഭവതഃ പ്രകൃതേർഗുണാഃ തേഷു ഹി പ്രാകൃതാഃ പ്രോതാഃ ആ ബ്രഹ്മസ്ഥാവരാദയഃ. തുഭ്യം നമസ്തേസ്തു അവിഷക്തദൃഷ്ടയേ സർവാത്മനെ സർവദിയാം ച സാക്ഷിണേ ഗുണപ്രവാഹോയമവിദ്യയാ കൃതഃ പ്രവർത്തതേ ദേവനൃതിര്യഗാത്മസു. തുഭ്യം നമസ്തേസ്തു അവിഷക്തദൃഷ്ടയേ സർവാത്മനെ സർവധിയാം ച സാക്ഷിണേ ഗുണപ്രവാഹോയമവിദ്യയാ കൃതഃ പ്രവർത്തതേ ദേവനൃതിര്യഗാത്മസു. തുഭ്യം നമസ്തേ അസ്തു അവിഷക്തദൃഷ്ടയേ. ഭഗവാൻ അവിഷക്തദൃഷ്ടിയാണ്. അവിഷക്തം ന വിഷക്തം, വിഷക്തം വിശേഷേണ സക്തം. വിശേഷേണ സക്തം നന്നായി ഒട്ടിയിരിക്കുന്നത്, ആസക്തിയുള്ളത്, എന്തിൽ? ഈ ഗുണങ്ങളുമായിട്ട് ഒട്ടിയിരിക്കുന്നതാണ് വിഷക്തം. അവിഷക്തം എന്ന് പറയുമ്പോൾ ഗുണങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തത്, ഗുണങ്ങൾക്ക് അതീതമായിരിക്കുന്നതാണ് ഭഗവാന്റെ ഭാവം. മറ്റവരൊക്കെ ഗുണാഭിമാനികളായിരിക്കുമ്പോൾ ഭഗവാൻ ഗുണ അതീതനായിട്ടാണ് വർത്തിക്കുന്നത്. അപ്പൊ ഈ ഓരോരോ സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്ന ഓരോരോ ദേവന്മാരും അവരവരുടെ സ്ഥാനങ്ങളിൽ അഭിമാനിക്കുന്നു, അവരവരുടെ ഗുണങ്ങളിൽ അഭിമാനിക്കുന്നു, അവരവരുടേതായിട്ടുള്ള എന്താ പറയുക ഉച്ച നീചത്വങ്ങളിൽ അഭിമാനിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള അഭിമാനമുള്ളവരാണ് ഈ ദേവതകൾ എന്ന് പറയുന്നവർ. എന്നാൽ ഭഗവാനോ, ഭഗവാൻ ഈ ദേവതാഭാവമല്ല, ഭഗവാൻ ഈശ്വരഭാവമാണ്. നമ്മൾ ഹൈന്ദവ ധർമ്മത്തിൽ അനേക ദേവതകൾ എന്ന് പറയും. 30 എന്നോ അതിൽ കൂടുതലെന്നോ ചതുഷ്ഷഷ്ടി കോടി എന്നോ പലതരത്തില് പല ഇതിൽ പറയും. അങ്ങനെയൊന്നുമില്ല, അനന്തങ്ങളാണ്. പ്രകൃതിയിൽ എന്തെല്ലാം ശക്തികളുണ്ടോ എല്ലാം ഈശ്വരന്റെ വിഭൂതികളായ ദേവതകളാണ്. ഓരോന്നിനും ഓരോ പേര് കൽപ്പിക്കാം. എന്തെല്ലാം പദാർത്ഥങ്ങളുണ്ടോ പ്രകൃതിയിൽ അതിനൊക്കെ അധിഷ്ഠാന ദേവതകളുണ്ട്. അപ്പൊ അത് എണ്ണിയാക്കിയിരുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള ദേവതാ ശക്തികൾ അതാത് ഇതിൽ അഭിമാനിക്കുന്നു. എന്നാൽ നമ്മൾ ഉപാസിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടദേവതയെ നമ്മൾ ഈശ്വരഭാവത്തിൽ വേണം ഉപാസിക്കാൻ, അല്ലാതെ ദേവതാ ബുദ്ധിയോട് കൂടിയിട്ടല്ല. നമ്മൾ ശിവനെ ഭജിക്കുന്നുവെങ്കിൽ ശിവൻ
ഏകനായ ഈശ്വരൻ. ഈശ്വരൻ ഏകനേ ഉള്ളൂ, ദേവതകൾ അനേകം. ഈശ്വരന്മാർ പലതില്ല. കാരണം ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കണമെങ്കിൽ ഈശ്വരൻ ഏകനായിരിക്കണം. അല്ലെങ്കിൽ മറ്റൊരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ഈശ്വരൻ ഇയാളെ ഭരിക്കും. അപ്പൊ ഇയാൾ ഈശ്വരൻ അല്ലാതെയാവും. അല്ലെങ്കിൽ രണ്ടുപേരിൽ പാരലായിട്ട് ഈ ലോകത്തെ മത്സരിച്ച് ഭരിക്കുകയാണെങ്കിൽ അവിടെ കലഹങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, സംഘർഷം ഉണ്ടാവും, നാശമുണ്ടാകും. അപ്പൊ രണ്ട് ഈശ്വരന്മാരുണ്ടാവാൻ വഴിയില്ല. രണ്ടുപേർ തമ്മിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലെ, എന്റെ ഏരിയ അതാണ്. രണ്ട് രാജാക്കന്മാരാവുമ്പോൾ അവർക്ക് ബൗണ്ടറികളുണ്ട്. എന്റെ രാജ്യം ഇവിടെ തീരുന്നു, എന്റെ രാജ്യം ഇതുവരേക്ക്. ആ രാജ്യ അതിർത്തിയുണ്ട്. ഈ അതിർത്തിയുടെ പേരിലേ തർക്കങ്ങളുള്ളൂ. രാജ്യത്തിന്റെ പേരിൽ മുഴുവനായിട്ട് തർക്കങ്ങളൊന്നുമില്ല. അപ്പോ തന്റെ അതിർത്തിയിൽ നിന്ന് മറ്റേ അതിർത്തിയിലേക്ക് പോകണമെങ്കിൽ ആ രാജാവിന്റെ അനുമതി വേണം, അല്ലെങ്കിൽ അയാളെ കീഴടക്കിയിരിക്കണം. അതുപോലെയല്ല ഈശ്വരന്റെ കാര്യത്തിൽ. അങ്ങനെ രണ്ട് ഈശ്വരന്മാർ രണ്ട് അതിർത്തി വെച്ച് ഇത്രയും ആളുകൾ എന്റെ സ്വന്തം, ഇത്രയും ആളുകൾ നിങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞ് പങ്കിട്ട് വെച്ചിട്ടില്ല. ആകെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, ഇതിനെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന ശക്തി ഒന്നേ ഒന്ന്. അതിന്റെ വിഭൂതികളായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഗുണാഭിമാനികളായ ദേവതകളെയൊക്കെ കാണുന്നത്. അപ്പൊ നമ്മൾ ആരെയാണോ ഭജിക്കുന്നത് അത് ഈശ്വരൻ എന്ന ഭാവം, ദേവത എന്നുള്ള ഭാവമല്ല. ബാക്കിയുള്ളവരൊക്കെ ഈ ഈശ്വരന്റെ വിഭൂതികളായ ദേവതകൾ, അദ്ദേഹത്തിന്റെ അംശഭൂതന്മാരായ, അദ്ദേഹത്തിന്റെ കിങ്കരന്മാരായ ദേവന്മാരായിട്ട് കാണുക. അപ്പോൾ കിങ്കരന്മാരെ ഒരിക്കലും നമുക്ക് വെറുക്കാൻ പാടുള്ളതല്ല, നിന്ദിക്കാൻ പാടുള്ളതല്ല. ഭഗവാന്റെ കിങ്കരന്മാർ ഭഗവാന്റെ അംശഭൂതങ്ങൾ തന്നെയാണ്. അവരെ ഒരിക്കലും നിന്ദിക്കാനുള്ള ഇതില്ല. അപ്പം ഈ സൃഷ്ടി മുഴുവൻ ഭഗവാന്റേതാണ് എന്നുള്ള അറിവോടുകൂടി ആ ഭഗവാനെ ബഹുമാനിക്കുന്നവർ ഭഗവാന്റെ സൃഷ്ടിയെ മുഴുവൻ ബഹുമാനിക്കുക. ഭഗവാന്റെ ഈ ഉപദേവതകളെ മാത്രമല്ല സകല സൃഷ്ടിയെയും ബഹുമാനിക്കുക. ഇതാണ് ഇഷ്ടദേവതയുടെ ഉപാസനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ മറ്റ് ദേവതകളെ നമ്മൾ എങ്ങനെ കാണണം എന്ന് ചോദിച്ചാൽ, മറ്റ് ദേവകളെ നിന്ദയില്ലാതെ ഈ ഭഗവാന്റെ വിഭൂതിയായിട്ട്, ഭഗവാന്റെ ഭൃത്യന്മാരായിട്ട്, ഭഗവാൻ ഓരോരോ ഡ്യൂട്ടി ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് കാണാം. അപ്പൊ എങ്ങനെ ഏത് ദേവതയിലൂടെ വന്നാലും അവസാനം ആ ദേവത റിപ്പോർട്ട് ചെയ്യേണ്ടത് ഭഗവാനോടാണ്. അവർക്ക് സ്വതന്ത്രമായിട്ട് അനുഗ്രഹങ്ങൾ ചെയ്യാൻ, വരം കൊടുക്കാൻ ഉള്ള ശക്തിയൊന്നുമില്ല. അത് ഭഗവാൻ കൊടുത്തു വച്ചിരിക്കുന്ന ആ ശക്തി കൊണ്ടാണ്. അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ട് അല്ലേ. എല്ലാവർക്കും എന്ത് വരവും കൊടുക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് അതാത് കൗണ്ടർ വഴി പോകുന്ന പോലെ അതാത് ദേവതകളെ ഉപാസിക്കാനായിട്ടുള്ള ഒരു സമ്പ്രദായം നമുക്ക് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കതൊന്നും ആവശ്യമില്ലെങ്കിലോ നേരിട്ട് ഭഗവാനെ ഭജിക്കുന്നതാണ് ഉത്തമം. ഒരാവശ്യങ്ങളും ഇല്ല ഈ ലോകത്തിൽ. അപ്പോൾ ഒരൊറ്റ ഏകനായ ഈശ്വരനെ മാത്രം ഭജിക്കുന്നതിലേക്ക് നമ്മുടെ എനർജി മുഴുവൻ അവിടേക്ക് സമർപ്പിക്കുക. നമ്മുടെ സമയവും എല്ലാം പലയിടത്ത് അലഞ്ഞു തിരിയേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഈശ്വര ഭാവം, ആ പരമാത്മഭാവം, അതൊക്കെയാണ് ഭഗവാനിൽ കാണുന്നത്. മറ്റുള്ളവരിലൊക്കെ ഭഗവാന്റെ ആ ഗുണാഭിമാനികളായിരിക്കുന്ന, ഡെപ്യൂട്ടികളായിരിക്കുന്ന, വിഭൂതികളായിരിക്കുന്ന ദേവതാഭാവം. ഇപ്പൊ ഭഗവാൻ എല്ലാം താൻ തന്നെയാണ് എന്നുള്ള ബോധം ഉറച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് ഭഗവാന് ഒന്നിലും ആസക്തിയില്ല. എല്ലാം താനായിരിക്കുമ്പോൾ താൻ എന്തിനോട് എന്റേത് എന്ന് മുറുക്കെ പിടിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടേതല്ലാത്തതിലേ നമുക്ക് കൊതി ഉണ്ടാവുള്ളൂ. നമ്മളെ വിട്ടുപോകില്ല എന്നുള്ള ഉറപ്പുള്ള ഒന്നിനോടും നമുക്ക് ആസക്തി അത്ര ഉണ്ടാവില്ല. എന്നും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം നമുക്ക് ഭയമുള്ളതിനെയാണ് നമ്മൾ ആസക്തിയോടുകൂടെ സ്നേഹിക്കുന്നത്.
നമ്മളെ വിട്ടുപോകാം എന്നുള്ള സംശയവും ഭയവും ഉള്ളതിന് എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആസക്തി, പാഷൻ ഉണ്ടാവില്ല, തൃഷ്ണയുണ്ടാവില്ല. എല്ലാം തൻ്റെ തന്നെയാണ്, തൻ്റെ കൂടെയുണ്ട്, താൻ തന്നെയാണ്. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ഒന്നിനോടും രാഗദ്വേഷങ്ങൾക്ക് ആവശ്യമില്ല. കാരണം തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നില്ല. തന്നിൽ നിന്ന് അന്യമായിട്ട് തന്നെ വിട്ടുപോകുന്ന, തനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ ഭഗവാൻ ഒന്നിനോടും രാഗമില്ല. അവിഷക്ത ദൃഷ്ടി, പൂർണ്ണനായതുകൊണ്ട് എല്ലാറ്റിലും താൻ തന്നെയാണ്, താൻ വ്യാപിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള എന്തു വേണമെങ്കിൽ തനിക്ക് ഇനിയും നിർമ്മിക്കാം. തൻ്റെ സ്വേച്ഛ കൊണ്ട്, തൻ്റെ ശക്തി കൊണ്ട് ഇതുപോലെ ബ്രഹ്മാണ്ടങ്ങൾ എത്ര വേണമെങ്കിൽ നിർമ്മിക്കാൻ കഴിവുള്ളപ്പോൾ ഏതെങ്കിലും നിസ്സാര വസ്തുക്കളിൽ ഒട്ടി നിൽക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് ഭഗവാൻ ഒന്നിലും ഒട്ടലില്ലാത്തവനാണ്, അല്ലേ? ഭഗവാന്റെ ധർമ്മം തന്നെ ആ 6 ഗുണങ്ങളിൽ വൈരാഗ്യം ഉണ്ട്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, അതെല്ലാം സമഗ്രമായിട്ട് പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ അവിഷക്ത ദൃഷ്ടയെ, ഒന്നിലും ഒട്ടലില്ലാത്ത, പറ്റലില്ലാത്ത ബുദ്ധിയോടുകൂടിയവനെ, ദൃഷ്ടിയോടുകൂടിയവനെ, എല്ലാറ്റിനെയും താൻ തന്നെയായി ദർശിക്കുന്നവനെ, എല്ലാ ദേവതകളെയും തൻ്റെ തന്നെ വിഭൂതികളായി കാണുന്നവനെ, സർവാത്മനെ, സർവത്തിൻ്റെയും ആത്മാവായിരിക്കുന്നവനെ, താൻ തന്നെയാണ് സർവത്തിൻ്റെയും ആധാരമായിരിക്കുന്നത്, ആത്മാവായിരിക്കുന്നത്. സർവാത്മനെ, സർവദിയാം സാക്ഷിണേ, എല്ലാവരുടെയും ബുദ്ധിക്ക് സാക്ഷിയായ, എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായിരിക്കുന്നവനുമാണ്, ജ്ഞാനസ്വരൂപനാണ്. സർവധിയാം സാക്ഷിണേ തുഭ്യം നമഃ, അങ്ങേക്ക് നമസ്കാരം അസ്തു. തുഭ്യം നമഃ അസ്തു, അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ. തുഭ്യം നമസ്തേസ്തു അവിഷക്തദൃഷ്ടയെ സർവാത്മനെ സർവദിയാം ച സാക്ഷിണേ ഗുണപ്രവാഹോയം അവിദ്യയാ കൃതഃ പ്രവർത്തതേ ദേവ നൃതിര്യകാത്മസു. ദേവ നൃതിര്യക് ആത്മസു, ദേവന്മാര്, നരന്മാര്, തിര്യക്കുകൾ, തിരശ്ചീനമായി ഗമിക്കുന്ന സകല ജന്തുക്കളും, അപ്പോൾ എല്ലാ മൃഗങ്ങളുടെയും ശരീരത്തിൽ ധരിച്ചവരിൽ തേ അവിദ്യയാ കൃതഃ അയം ഗുണപ്രവാഹ പ്രവർത്തത്തെ. തേ അവിദ്യയാ കൃതഃ, അങ്ങയുടെ മായാശക്തി തന്നെ ആവരണശക്തിയാവുമ്പോൾ അവിദ്യ എന്ന് പറയുന്നു. മായയുടെ 2 ഭാവങ്ങളാണ് വിദ്യയും അവിദ്യയും. അപ്പോൾ അവിദ്യാശക്തി കൊണ്ട് ആവരണം ചെയ്ത്, അതാണ് അവിദ്യയാ കൃതഃ അയം ഗുണപ്രവാഹ പ്രവർത്തതേ. ഈ ഗുണപ്രവാഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഈ സംസാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഈ ലോകം നിലനിന്നുകൊണ്ടിരിക്കുന്നു. ഈ ലോകം എന്ന നാടകം നടക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തൻ്റെ തന്നെ മായ എന്ന ആ ത്രിഗുണാത്മികയായ ശക്തിയെ എല്ലാവരുടെ നേരെയും പ്രയോഗിക്കുന്നു. ഓരോരുത്തർക്കും അവരവരുടെ വേഷത്തിൽ അഭിമാനമുണ്ടാക്കി കൊടുക്കുന്നു. അവർക്ക് ഈ ആവരണം ഇല്ലാതായി കഴിഞ്ഞാൽ അവരുടെ അഭിമാനം പോകും. അവർ സത്യം സാക്ഷാത്കരിക്കും. സത്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ നിവൃത്തി നിരതന്മാരാകും. ഇവിടെ ഒന്നും നടക്കില്ല. അപ്പൊ ഇവിടെ ഈ ജഗത് വ്യാപാരം, സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ, ഈ നാടകം ഇത് തുടർന്നുകൊണ്ടിരിക്കാൻ ഭഗവാൻ എന്ത് ചെയ്തിരിക്കണോ, എല്ലാവരെയും അവിദ്യ കൊണ്ട് അഥവാ മായ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ദേഹങ്ങളിൽ, ഉപാധികളിൽ അഭിമാനിച്ച് അവരവരുടെ പ്രവൃത്തികൾ ചെയ്യുന്നു. ദേവന്മാരാണെങ്കിലും അല്ലെ, ബ്രഹ്മാവിനും അഭിമാനമുണ്ട്, മഹാദേവനും രുദ്രനും അഭിമാനമുണ്ട്, അതുപോലെ ഓരോ ദേവന്മാർക്കും അഭിമാനമുണ്ട്, അതുപോലെ ജീവന്മാർക്കും അഭിമാനമുണ്ട്. അപ്പൊ അങ്ങനെ തിര്യ ദേവ എല്ലാ ഭാവങ്ങളിലും അങ്ങയുടെ ഗുണപ്രവാഹത്താൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള അവിദ്യ, അല്ലെങ്കിൽ അവിദ്യയാൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള ഗുണപ്രവാഹം കൊണ്ട് ഈ ജഗത്ത്, ഈ സംസാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങയെ ഇതൊന്നും ബാധിക്കുന്നില്ല. അങ്ങ് ഇതിനെല്ലാം അതീതനാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അങ്ങൊരു സംസാരിയല്ല, മറ്റുള്ളവരൊക്കെ സംസാരികളാണ്. അങ്ങ് ഈ സംസാരത്തെ നിയന്ത്രിക്കുന്നവനാണ്.
മറ്റുള്ളവരെല്ലാം സംസാരത്തിൽ പെട്ട് ഉഴലുന്നവരാണ്. അങ്ങ് സ്വേച്ഛയ്ക്കനുസരിച്ചാണ് രൂപങ്ങളെല്ലാം എടുക്കുന്നത്. ആ ബോധം അങ്ങേക്ക് എപ്പോഴും ഉണ്ട് താനും. സാധാരണ ജീവന്മാരെ പോലെ അവിദ്യ കൊണ്ട് മറഞ്ഞിട്ടില്ല അവരുടെ ബോധം. അതുകൊണ്ട് അങ്ങ് എന്നും അച്യുതനാണ് എന്നർത്ഥം. അപ്പൊ മറ്റുള്ളവരൊക്കെ സംസാരത്തിൽ കറങ്ങുമ്പോഴും ഭഗവാൻ സംസാരത്തിന് അതീതനായിരിക്കുന്നു എന്നും കൂടിയാണ് ഇതിൽ പറഞ്ഞതിന്റെ താല്പര്യം. അതുകൊണ്ട് എന്നെയും സംസാരത്തിന് അതീതനായിരിക്കുന്ന അങ്ങ് ഈ സംസാരത്തിൽ നിന്ന് കരകയറ്റിയാലും എന്ന് താല്പര്യം. കരയിൽ നിൽക്കുന്ന ആളുകൾക്കല്ലേ മുങ്ങിപ്പൊങ്ങുന്ന ആളുകളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. സ്വയം മുങ്ങിപ്പൊങ്ങിയിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് മറ്റൊരാളെ രക്ഷിക്കാൻ പറ്റുമോ? ആദ്യം അവനവന്റെ കാര്യം നോക്കട്ടെ, അവനവൻ രക്ഷപ്പെടട്ടെ. ഇവിടെ കരയിൽ യാതൊരു ബാധയുമില്ലാതിരിക്കുന്ന ഒരാളെ പോലെയാണ് ഭഗവാൻ ഈ മായയ്ക്ക്, അവിദ്യയ്ക്ക് എല്ലാം അതീതനായി ഒന്നിനോടും ശക്തിയില്ലാതെ നിൽക്കുന്നത്. അഗ്നിർമുഖം തേ അവനിരംഗ്രിരീക്ഷണം സൂര്യോ നഭോ നാഭിരധോ ദിശശ്രുതി ദ്യൗകം സുരേന്ദ്രാസ്തവ ബാഹവോർണവാഹ കുക്ഷിർമരുത്പ്രാണബലം പ്രകൽപ്പിതം. അഗ്നിർമുഖം തേ അവനിരംഗ്രിരീക്ഷണം സൂര്യോ നഭോ നാഭിരധോ ദിശശ്രുതി ദ്യൗകം സുരേന്ദ്രാസ്തവ ബാഹവോർണവാഹ കുക്ഷിർമരുത്പ്രാണബലം പ്രകൽപ്പിതം. കഴിഞ്ഞ ശ്ലോകത്തില് സർവാത്മനി എന്ന് ഭഗവാനെ, സർവാത്മാവായിരിക്കുന്ന അങ്ങയ്ക്ക് എന്റെ നമസ്കാരം ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. സർവാത്മനി നമഃ, സർവാത്മാവായ അങ്ങയ്ക്ക് നമസ്കാരം. അപ്പൊ ഭഗവാൻ സർവാത്മാവാണെന്ന് പറഞ്ഞതിനെയാണ് ഇനി ഒരു 3-4 ശ്ലോകങ്ങൾ കൊണ്ട് 16 വരെയുള്ള ശ്ലോകങ്ങൾ ഭഗവാന്റെ സർവാത്മഭാവത്തെ സ്തുതിക്കുന്നതാണ്. ഭഗവാനെ വിശ്വരൂപനായി സ്തുതിക്കുന്നതാണ്, വിരാട് പുരുഷനായി സ്തുതിക്കുന്നതാണ്. വിശ്വരൂപൻ, വിരാട് പുരുഷൻ, സർവാത്മാ ഇതെല്ലാം പര്യായ ശബ്ദങ്ങളാണ്. അപ്പോ ഭഗവാനെ ആ വിരാട് പുരുഷനായി സ്തുതിക്കുകയാണ് 13 മുതൽ 16 വരെയുള്ള 4 ശ്ലോകങ്ങൾ. അഗ്നിർമുഖം തേ അവനിരംഗ്രിരീക്ഷണം സൂര്യോ നഭോ നാഭിരധോ ദിശശ്രുതി ദ്യൗകം സുരേന്ദ്രാഹ തവ ബാഹവോർണവാഹ കുക്ഷിർമരുത്പ്രാണബലം പ്രകൽപ്പിതം. അഗ്നിഹി മുഖം തേ, തേ മുഖം അഗ്നിഹി. തേ മുഖം, തവ മുഖം, അങ്ങയുടെ വായ. മുഖം എന്നാൽ ഇവിടെ വായ എന്നർത്ഥം, മൗത്ത്, നോട്ട് ഫേസ്. അപ്പോ തേ മുഖം, അങ്ങയുടെ വായയാണ് അഗ്നിഹി, അഗ്നിയായിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങയുടെ മുഖത്ത് നിന്നാണ് അഗ്നി പുറപ്പെട്ടു വന്നിരിക്കുന്നത്. മുഖാദഗ്നി ഇന്ദ്രശ്ച അഗ്നിശ്ച എന്ന് പുരുഷ സൂക്തത്തിലും പറഞ്ഞു തരും. ഭഗവാന്റെ മുഖത്ത് നിന്നാണ് അഗ്നി ഉണ്ടായത്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്തത്? 2 പ്രാവശ്യം ദാവാഗ്നിപാനം ചെയ്തു. തന്റെ മുഖം തന്നെയായ, തന്റെ വായ തന്നെയായ അഗ്നിയെ പാനം ചെയ്യാൻ ഭഗവാന് വല്ല പ്രയാസമുണ്ടോ? അപ്പൊ താൻ വിരാട് പുരുഷനാണ് എന്ന് വിളിച്ചു പറഞ്ഞതാണ് ആ ഒരു, എന്താ പറയാ, ഭഗവാന്റെ വേഷപ്രച്ഛന്ന ഭാവം അനാവരണം ചെയ്യപ്പെടുന്ന ഒരു ലീലയാണ് ഭഗവാന്റെ ദാവാഗ്നിപാനം. വെറും ഒരു ഗോപാലബാലനല്ല. ഇത്രയും വലിയ കാട്ടുതീയിനെ വെള്ളം കുടിക്കും പോലെയുള്ള ലാഘവത്തോടെ വായിലേക്ക് കുടിക്കണമെങ്കിൽ, പാനം ചെയ്യണമെങ്കിൽ ഇയാളൊരു സാധാരണ മനുഷ്യനല്ല. ഇയാൾ സാക്ഷാൽ വിശ്വരൂപൻ വിരാട് പുരുഷൻ തന്നെയാണ് എന്ന് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പോലെ ആളുകൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലീല, ഭഗവാന്റെ ലീല. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് നമ്മൾ ഇതിലൂടെ ഉറപ്പിക്കണം. ഭഗവാന്റെ ഓരോ ലീലകളും കാണുന്തോറും ഈ ലക്ഷണം വെച്ച് ഇത് സാക്ഷാൽ നാരായണനാണ്, വിരാട് പുരുഷനാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം
എന്ന ഓരോ ലീലകളും ഭഗവാന്റെ ഭഗവാൻ എന്നുള്ള ഭാവത്തെ പ്രകടിപ്പിക്കുന്നതാണ്. അപ്പം അത് കുട്ടിക്കളിയല്ല എന്ന് പറയുക. ആ രീതിയിൽ വേണം ഈ ലീലകളെയൊക്കെ നമ്മൾ ഗ്രഹിക്കാൻ. അപ്പോൾ തേ മുഖം അഗ്നിഹി, അങ്ങയുടെ വായയാകുന്നു അഗ്നി, അംഗ്രിഹി അവനിഹി, അങ്ങയുടെ അംഗ്രി പാദങ്ങൾ ഭൂമിയാകുന്നു. അംഗ്രിഹി അവനി പാദോസ്യ വിശ്വാഭൂതാനി, അല്ലെ, ഈ പാദത്തിൽ നിന്നാണ് ഈ വിശ്വം ഭവിച്ചത്. അപ്പോൾ അവിടെ ഭൂമിയെ പറഞ്ഞു. പിന്നീട് ഈക്ഷണം സൂര്യ, അങ്ങയുടെ കണ്ണ് സൂര്യനാകുന്നു. ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സൂര്യനാകുന്നു അങ്ങയുടെ കണ്ണ്. ഈക്ഷണം സൂര്യ. നാഭിഹി നഭഃ, അങ്ങയുടെ നാഭി പൊക്കിൾ അത് ആകാശമാകുന്നു. നാഭി ആകാശസ്ഥാനമാകുന്നു. അതോ ദിശഃ ശ്രുതിഹി, ശ്രുതിഹി ദിശഃ, അങ്ങയുടെ ശ്രോത്രേന്ദ്രിയം ദിക്കുകളാകുന്നു. ദിക്കുകളെല്ലാം ശബ്ദത്തിന്റെ സ്ഥാനങ്ങളായ ദിക്കുകളെല്ലാം ഭഗവാന്റെ ശ്രുതിയാകുന്നു, ശ്രോത്രേന്ദ്രിയമാകുന്നു. ദ്യൗ കം, കം ദ്യൗ, കം എന്നാൽ ശിരസ്. കമ്മിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ ശിരസ്. കം ദരഹ എന്ന് പറഞ്ഞാൽ കഴുത്തിനെ സൂചിപ്പിക്കുന്നതാണ്. കമ്മിനെ, ശിരസിനെ ധരിക്കുന്നതാണ് കന്ദരം. ഇപ്പൊ കം എന്നാൽ ഇവിടെ ശിരസ്. അത് ദ്യൗഹു, ദ്യൗഹു എന്ന് പറഞ്ഞാല് സത്യലോകം എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ബ്രഹ്മാവിന്റെ ലോകമായിട്ടുള്ള സത്യലോകമാണ് ഇവിടുത്തെ ഭഗവാന്റെ ശിരസ്. സുരേന്ദ്രാഹ തവ ബാഹവഹ, സുരേന്ദ്രാഹ ദേവേന്ദ്രാദി ദേവശ്രേഷ്ഠന്മാരെല്ലാം അങ്ങയുടെ ബാഹവഹ, അങ്ങയുടെ കൈകളാകുന്നു. അല്ലേ, അങ്ങയുടെ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് ദേവന്മാർ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങയുടെ കൈങ്കര്യമാണ് ദേവന്മാർ ചെയ്യുന്നത്. അങ്ങ് ചെയ്യാനുള്ളതിനെ അങ്ങ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അങ്ങയുടെ എക്സ്റ്റെൻഡഡ് ഹാൻഡ്സ് ആണ് ദേവന്മാർ. അപ്പോൾ ഭഗവാൻ അവരോട് ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ച് അവർക്ക് ഓരോരോ പദവികൾ കൊടുത്തിരിക്കുന്നു, ശക്തികൾ കൊടുത്തിരിക്കുന്നു, പ്രിവിലേജസ് കൊടുത്തിരിക്കുന്നു. ഭഗവാന്റെ കൈകളെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാമർഥ്യത്തെ നീട്ടിയിരിക്കുകയാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതും കൈകളെ കൊണ്ടാണ്, അല്ലേ? ആ കൈകൾ കർത്തൃത്വത്തിന്റെ ഭാവങ്ങളാണ്. അപ്പോൾ അത് ദേവന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. നിങ്ങളാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കർത്തവ്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ദേവന്മാരെല്ലാം ഭഗവാന്റെ ബാഹുക്കളാകുന്നു. ഇങ്ങനെയുള്ള തത്വങ്ങളൊന്നും അറിയാതെ ഭഗവാന്റെ എന്താ പറയുക, ഓരോരോ രൂപങ്ങളെയും ഭഗവാന്റെ വേഷങ്ങളെയൊക്കെ മൂഢജനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് പരിഹസിക്കുന്നു. ബാഹവഃ സുരേന്ദ്രാഹ തവ കുക്ഷിഹി അർണവാഹ, അർണവാഹ കുക്ഷിഹി. അർണവങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങൾ. സമുദ്രങ്ങളെല്ലാം അങ്ങയുടെ കുക്ഷിയാകുന്നു, അങ്ങയുടെ ഉദരമാകുന്നു. അങ്ങയുടെ വയറ്റിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു, അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതുപോലെയാണ് ഈ സമുദ്രവും. അപ്പോൾ സമുദ്രം അങ്ങയുടെ കുക്ഷിയാകുന്നു, ഈ വിശ്വരൂപനായ അങ്ങയുടെ കുക്ഷിയാകുന്നു. പ്രാണബലം മരുത്ത്, അങ്ങയുടെ പ്രാണശക്തിയാണ് ഈ അന്തരീക്ഷവായു. വായു എന്ന് പറഞ്ഞാൽ വിരാട് പുരുഷന്റെ ശ്വാസോച്ഛ്വാസമാകുന്നു. അങ്ങനെ പ്രകൽപിതം, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഉപാസനാക്രമത്തിന്. ഉപാസന ചെയ്യുന്നവരിതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നർത്ഥം. ഭഗവാനെ ഉപാസിക്കുമ്പോൾ ഭഗവാന്റെ ആ തത്വങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഉപാസിച്ചാൽ അതിന് ഫലം എളുപ്പം കിട്ടും. അപ്പോൾ ഈ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ ശരീരം തന്നെയാണ്. അപ്പോൾ അതിലുള്ള ഓരോ അംശങ്ങളെ എടുത്തെടുത്ത് പറയുകയാണ്, ഭഗവാനുമായി കണക്ട് ചെയ്യുക. ഭഗവാന്റെ അംഗങ്ങളാണ് അങ്ങ്, ഭഗവാൻ സർവാത്മാവാണ് എന്ന് ഉറപ്പിക്കുക. അഗ്നിർമുഖം തേവനിരംഗ്രിരീക്ഷണം സൂര്യോ നഭോനാഭിരദോ ദിശശ്രുതി ദ്യൗകം സുരേന്ദ്രാസ്തവ ബാഹവോർണവാഹ കുക്ഷിർ മരുത്പ്രാണബലം പ്രകൽപിതം.
रोमाणि वृक्षौषधयः शिरोरुहा मेघा परस्यास्ति नगानि तेद्रयः निमेषणं रात्र्यहनी प्रजापतिः मेढ्रस्तु वृष्टिस्तव वीर्यमिष्यते रोमाणि वृक्षौषधयः शिरोरुहाः मेघा परस्यास्ति नगानि तेद्रयः निमेषणं रात्र्यहनी प्रजापतिः मेढ्रस्तु वृष्टिस्तव वीर्यमिष्यते. रोमाणि वृक्षौषधयः. रोമാണി വൃക്ഷ ഔഷധയ, ഈ പ്രകൃതിയിലുള്ള വൃക്ഷങ്ങളും ഔഷധങ്ങളും അത് ഭഗവാന്റെ വിരാട് പുരുഷന്റെ രോമങ്ങളാകുന്നു. അല്ലേ, നമ്മുടെ ശരീരത്തിലെ രോമകൂപങ്ങൾ അതെന്തിനുള്ളതാണ്? അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള വിയർപ്പ് മുതലായിട്ടുള്ള വിസർജ്യങ്ങളും അതുപോലെയുള്ള ഇതെല്ലാം പുറത്തേക്ക് പോകാനുള്ളതായിട്ടുള്ള ശക്തികളാണ്, ദ്വാരങ്ങളാണ്. അപ്പം അതുപോലെ ആ വൃക്ഷങ്ങൾ ഈ പ്രപഞ്ച ശരീരത്തെ ശുദ്ധീകരിക്കുന്ന സ്ഥാനമാണ്. അല്ലേ, എപ്പോഴും ഓക്സിജൻ നിറച്ചു വെച്ച് എപ്പോഴും ശുദ്ധമാക്കി വെക്കുന്നത് സസ്യജാലങ്ങളാണ്. അപ്പോൾ വൃക്ഷങ്ങളും ഔഷധികളും ഭഗവാന്റെ ആ രോമങ്ങളായിട്ട് ഉപമിച്ചിരിക്കുന്നു. രോമാണി വൃക്ഷ ഔഷധയ ശിരോരുഹാഹ മേഘാഹ. ശിരോരുഹങ്ങൾ, തലമുടികൾ, അത് മേഘങ്ങളാകുന്നു. ശിരോരുഹാഹ മേഘാഹ. മേഘങ്ങൾ കാണുമ്പോൾ ഭഗവാന്റെ തലമുടികളായിട്ട് ഭാവിക്കുക. പരസ്യ തേ അസ്ഥിനഗാനി അദ്രയ. പരസ്യ പരനായ അങ്ങയുടെ, പരസ്യ തേ എന്ന് പറഞ്ഞാൽ പരനായ അങ്ങയുടെ, പരമേശ്വരനായ അങ്ങയുടെ അസ്ഥി നഗാനി, അസ്ഥിയും നഖങ്ങളും. ശരീരത്തിലുള്ള അസ്ഥി, ഈ ശരീരത്തെ ബലപ്പെടുത്തി നിർത്തുന്നത് അസ്ഥികളാണ്. അതുപോലെ ഹാർഡായിട്ടുള്ള വസ്തുവാണ് നഖങ്ങളും. അപ്പോൾ ആ സാധനങ്ങൾ ഭഗവാന്റെ അദ്രികൾ, ഇവിടെ പ്രകൃതിയിൽ പർവ്വതങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമി സമുദ്രത്തിൽ ലയിച്ചു പോകാതെ നിൽക്കുന്നത്. ഈ ഭൂമിക്ക് ഒരു ആകൃതി അല്ലെങ്കിൽ ഒരു സ്ഥിതി എല്ലാം ലഭിക്കുന്നത് പർവ്വതങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പർവ്വതങ്ങളെ ഭഗവാന്റെ അസ്ഥികളും നഖങ്ങളുമായിട്ടിവിടെ ഉപമിച്ചിരിക്കുന്നു. ഇപ്പോൾ പല സന്ദർഭങ്ങളിലും ഈ വിരാട് പുരുഷ വർണ്ണന വരുമ്പോൾ അല്പാൽപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആശയം ഒന്നായിട്ട് തന്നെ എടുക്കണം. അപ്പം നഖങ്ങളെ പല ഭാഗത്തും നഖങ്ങളുള്ള വലിയ ഒറ്റക്കുളമ്പും ഇരട്ടക്കുളമ്പും ഉള്ളതായിട്ടുള്ള കുതിര, കാള, എരുമ, പോത്ത് മുതലായിട്ടുള്ള ആട്, കഴുത, ഇതൊക്കെ കുളമ്പുള്ളതായിട്ടുള്ള ജന്തുക്കളാണ്. ഇതെല്ലാം ഭഗവാന്റെ നഖങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ നഖങ്ങളാണ് ഇതെല്ലാം എന്നും മുമ്പിലത്തെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമുക്ക് ഭാവന ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഭഗവാന്റെ നഖങ്ങളിൽ നിന്നാണ് ഈ നഖങ്ങൾ വലുതായിരിക്കുന്ന ജന്തുക്കൾ ഉണ്ടായിരിക്കുന്നത്. അസ്ഥികൾ എപ്പോഴും ഈ പർവ്വതങ്ങളായിട്ട് തന്നെയാണ് പറയുന്നത്. അസ്ഥി നഗാനി അദ്രയ നിമേഷണം രാത്ര്യഹനി. ഭഗവാന്റെ നിമേഷണം, കണ്ണടയ്ക്കലും അതിന്റെ തുറക്കൽ ഉന്മേഷണവും. അപ്പൊ നിമേഷ ഉന്മേഷങ്ങൾ രണ്ടും രാത്രി അഹനി, രാത്രി നിമേഷണം, അഹനി ഉന്മേഷണം. അഹനി അഹസ് എന്ന് പറഞ്ഞാൽ പകല്. ഭഗവാൻ കണ്ണു തുറന്നാൽ പകൽ, ഭഗവാൻ കണ്ണടച്ചാൽ രാത്രി. ഇവിടെ മൊത്തത്തിൽ ബ്രഹ്മാവിന്റെ അഥവാ ഹിരണ്യഗർഭന്റെ സമഷ്ടിയുടെ ദിനരാത്രങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാൻ കണ്ണടച്ചാൽ ഈ ലോകം മുഴുവൻ രാത്രിയാവും, ബ്രഹ്മാവ് ഉറങ്ങും. ഭഗവാൻ കണ്ണു തുറന്നാൽ ബ്രഹ്മാവ് ഉണരും. അങ്ങനെ ഭഗവാൻ കണ്ണടയ്ക്കുന്നതാണ് ബ്രഹ്മാവിന്റെ രാത്രി, നൈമിത്തിക പ്രളയം. ഭഗവാൻ കണ്ണു തുറക്കുമ്പോഴാണ് കൽപ്പം. കണ്ണു തുറന്ന് ബ്രഹ്മദേവനെ അനുഗ്രഹിക്കും, സൃഷ്ടിക്കാനായിട്ട് ആജ്ഞ കൊടുക്കും. അങ്ങനെ ബ്രഹ്മദേവൻ കൽപ്പിക്കുന്നു, സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഭഗവാന്റെ ഉന്മേഷ നിമിഷങ്ങൾ സമഷ്ടിയുടെ അഥവാ ബ്രഹ്മാവിന്റെ രാത്രി പകലുകളായിട്ട് കാണണം. രാത്രിഹനി മേഡ്രഹ തു പ്രജാപതി. മേഡ്രം എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന അവയവം, ഉപസ്ഥം എന്നൊക്കെ പറയുന്ന ആ അവയവം, അത് പ്രജാപതി. പ്രജാപതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ മുതൽക്ക്
ഗൃഹസ്ഥാശ്രമ ജീവിതം സ്വീകരിച്ച് പ്രജകളെ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെല്ലാവരും പ്രജാപതിമാരാണ്. അപ്പോൾ ഈ പ്രജാപതിമാർ അത് ബ്രഹ്മദേവനിൽ നിന്ന് തുടങ്ങുന്നു. സമഷ്ടി പ്രജാപതിയാണ് ബ്രഹ്മദേവൻ. അപ്പോൾ അങ്ങയുടെ മേഢ്രമാകുന്നു പ്രജാപതി, തവ വീര്യം വൃഷ്ടി, അങ്ങയുടെ വീര്യമാകുന്നു വർഷം, മഴ. കാരണം മഴയുണ്ടെങ്കിലേ ഈ ലോകത്ത് എല്ലാം ജനിച്ചു വരുള്ളൂ. സസ്യജാലങ്ങൾ ജനിച്ചാലേ മറ്റ് ജീവജാലങ്ങൾക്ക് ഭക്ഷണം കിട്ടുകയുള്ളൂ. ഇപ്പം എല്ലാവരും ജനിപ്പിക്കുന്ന ശക്തിയാണ് മഴ, പൊട്ടൻസി ഉള്ള ശക്തിയാണ് വൃഷ്ടി എന്നർത്ഥം. തവ വീര്യം വൃഷ്ടി ഇഷ്യത്തെ പറയപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ രോമങ്ങൾ, വൃക്ഷൌഷധികൾ, അങ്ങയുടെ ശിരോരുഹങ്ങളാണ് മേഘങ്ങൾ, അങ്ങയുടെ അസ്ഥിനഖങ്ങളാണ് പർവ്വതങ്ങൾ, അങ്ങയുടെ കണ്ണ് കൂട്ടി തുറക്കലാണ് പകലും രാത്രിയും, അങ്ങയുടെ മേഢ്രമാകുന്നു പ്രജാപതി, അങ്ങയുടെ വീര്യമാകുന്നു വൃഷ്ടി എന്നെല്ലാം ശാസ്ത്രങ്ങളിൽ വിരാട് പുരുഷനെ വർണ്ണിക്കുന്നിടത്ത് പറയപ്പെട്ടിരിക്കുന്നു. ത്വയ്യവ്യയാത്മൻ പുരുഷേ പ്രകൽപിതാഃ ലോകാഃ സപാലാ ബഹുജീവസങ്കുലാഃ യഥാ ജലേ സഞ്ചിഹതേ ജലൗകസോപി ഉദുംബരേവാമശകാമനോമയേ. ത്വയ്യവ്യയാത്മൻ പുരുഷേ പ്രകൽപിതാഃ ലോകാഃ സപാലാ ബഹുജീവസങ്കുലാഃ യഥാ ജലേ സഞ്ചിഹതേ ജലൗകസോപി ഉദുംബരേവാമശകാമനോമയേ. അപ്പൊ അങ്ങയുടെ ഉള്ളിലാണ് ഈ ലോകങ്ങളും ലോകപാലന്മാരും എല്ലാ ജീവരാശികളും. ത്വയി അവ്യയാത്മൻ പുരുഷേ പ്രകൽപിതാ ലോകാ സപാലാ ബഹുജീവസങ്കുലാഃ. അതിന് ദൃഷ്ടാന്തമാണ് രണ്ട് വരികളിൽ, അടുത്ത വരികളിൽ യഥാ എന്ന് പറഞ്ഞിട്ട് ജലൗകസഹ ജലേ സഞ്ചിഹതേ, അതുപോലെ തന്നെ ഉദുംബരേ മശകാഹ എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ അല്ലയോ അവ്യയാത്മൻ നാശരഹിതനായിരിക്കുന്നവനെ. ഭഗവാന്റെ സ്വരൂപത്തിന് ഒരിക്കലും നാശമില്ല. ഭഗവാന്റെ ആ സ്വരൂപത്തിൽ നിന്നാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും ഉണ്ടായി വന്നിരിക്കുന്നത്. അവയ്ക്കൊന്നും നാശമൊന്നുമില്ല. അവയെല്ലാം അതിൻ്റെ സോഴ്സിലേക്ക് മടങ്ങിപ്പോകുന്നു, അവ്യക്തമായി തീരുന്നു, ഭഗവാനിലേക്ക് ലയിക്കുന്നു. ഭഗവാന്റെ കസ്റ്റഡിയിൽ സുരക്ഷിതമായിട്ട് അതിൻ്റെ ഒരു പൂർവാവസ്ഥയിൽ അത് ഭഗവാനിലുണ്ട്. ഒരിക്കലും അതിൻ്റെ സാധ്യത, പൊട്ടൻസി ഇല്ലാതാവുന്നില്ല. ഏത് പ്രളയകാലത്തും ഈ പറയുന്ന പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ അതിൻ്റെ അവ്യക്ത രൂപത്തിൽ, സൂക്ഷ്മ രൂപത്തിൽ ഭഗവാനിലേക്ക് ചെന്ന് ലയം പ്രാപിക്കുന്നു. ഇല്ലാതെയാവുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ സൂക്ഷ്മാവസ്ഥയിലാണ്, നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും. ആ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ ഇതിൽ ലയിച്ചിരിക്കണത്. ഇങ്ങനെയാണോ നമ്മൾ പഞ്ചസാരയോ ഉപ്പോ ഒക്കെ വെള്ളത്തിൽ കലക്കിയാൽ അത് കലങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കഴിയുമോ? ഇല്ല, അവിടെ ഉപ്പും ഇല്ല, പഞ്ചസാരയും ഇല്ല, അത് വെള്ളത്തിൽ ലയിച്ചു പോയി. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തെ വറ്റിച്ചാൽ ഉള്ളിലുള്ള ഉപ്പും പഞ്ചസാരയും വേർതിരിച്ചെടുക്കാം. പഞ്ചസാര നിങ്ങൾ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തെ ഒന്ന് നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് വറ്റി 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 വേണമെങ്കിൽ അതിനെ വേർതിരിച്ചെടുക്കാം, ഉപ്പിനെ വേർതിരിച്ചെടുക്കാം. പക്ഷെ കാണില്ല. അതുപോലെ ഈശ്വര സ്വരൂപത്തിലേക്ക് എല്ലാം ചെന്ന് ലയിക്കുന്നു. ഈശ്വരനിൽ ആ ശക്തിയെല്ലാം അടങ്ങിയിരിക്കുന്നു. സൃഷ്ടികാലത്ത് അദ്ദേഹം അതിനെ എടുത്ത് പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ഹേ അവ്യയാത്മൻ, നാശരഹിതനായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയവനെ, ബഹുജീവസങ്കുലാഹ
സപാലാഹ ലോകാഹ പുരുഷേ ത്വയി പ്രകൽപ്പിതാഹ ബഹുജീവസങ്കുലാഹ അനേക രാശികളെ കൊണ്ട് സങ്കുലമായിരിക്കുന്ന മനുഷ്യർ മാത്രമല്ല സകല ജീവരാശികളും, അതിലൊക്കെ ഓരോന്നിലും അഭിമാനിക്കുന്ന ജീവചൈതന്യമുണ്ട്. അങ്ങനെയുള്ള ജീവസങ്കുലങ്ങളായിരിക്കുന്ന സപാലാഹ ലോകാഹ പാലന്മാരോടുകൂടിയതായിട്ടുള്ള ലോകങ്ങൾ, ലോകപാലന്മാരെന്നറിയപ്പെടുന്ന ഇന്ദ്രാദി ദേവന്മാർ, ആ ദേവന്മാരോടുകൂടിയതായിട്ടുള്ള ലോകങ്ങൾ മനോമയേ പുരുഷേ ത്വയി പ്രകൽപ്പിതാഹ മനോമയനായും പുരുഷനായും ഇരിക്കുന്ന അങ്ങയിൽ കൽപ്പിതങ്ങളാകുന്നു. അങ്ങയുടെ തന്നെ മാനിഫെസ്റ്റേഷനാണിതെല്ലാം. അങ്ങയിൽ ആരോപിച്ചിരിക്കുന്നതെല്ലാം വേറെ വേറെ വേറെയാണെന്ന്. അല്ലെ, സ്വർണം വിവിധങ്ങളായ ആഭരണങ്ങളായി രൂപാന്തരപ്പെടുത്തിയതോടുകൂടി അതിന് പേരുകൾ വേറെ 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 ആയിട്ട് കൽപ്പിച്ചു. അവിടെ സ്വർണം എന്നല്ല പിന്നെ വ്യവഹരിക്കുന്നത്. മാല, വള, കമ്മൽ, മോതിരം, മൂക്കുത്തി എന്നിങ്ങനെ പല പേരുകളിലാണ് അതിനെ നമ്മൾ ആരോപിച്ചു, അധ്യാരോപം ചെയ്തു. ആ അധ്യാരോപത്തെ വിവേകം കൊണ്ട് അപവാദം ചെയ്യണം. അപവദിക്കുക എന്ന് പറഞ്ഞാൽ നീക്കുക. ബുദ്ധി കൊണ്ട് വിചാരം ചെയ്ത് നീക്കിയാൽ എന്ത് കാണാം? സ്വർണം കാണാം. അല്ലെങ്കിൽ ആഭരണങ്ങളിൽ ഭ്രമിച്ചിരിക്കും. അപ്പൊ ആ ആഭരണ ഭ്രമം മാറി സ്വർണ ദർശനം ഉണ്ടാവാൻ എന്ത് വേണം? ഏതൊരു ബുദ്ധി കൊണ്ടാണോ അതിൽ ആഭരണത്തെ ആരോപണം ചെയ്തത്, അധ്യാരോപം ചെയ്തത്, അതേ ബുദ്ധിയെ തന്നെ വേണ്ട പോലെ ബോധമുണ്ടാക്കി കൊടുത്ത് ഇത് ആഭരണമല്ല, ഇത് സ്വർണമാണ്. ആഭരണം എന്നുള്ളത് വെറും കൽപ്പന മാത്രമാണ്. അസത്താണ് ആഭരണം. ആഭരണത്തിന് സ്വന്തമായിട്ട് നിലനിൽപ്പില്ല. സ്വർണം മാത്രമാണ് സത്യം എന്ന് അധ്യാരോപം ചെയ്യപ്പെട്ട ആഭരണത്തിന്റെ നാമരൂപങ്ങളെ മനസ്സിൽ നിന്ന് മാച്ചു കളഞ്ഞ് എല്ലാം മനോമയ കൽപ്പിതങ്ങളാണ്. അവിടെ മനോമയേ പുരുഷേ ത്വയി പ്രകൽപ്പിതാഹ അങ്ങയിൽ കൽപ്പിക്കപ്പെട്ടതാണ്, ഈശ്വരനിൽ കൽപ്പിക്കപ്പെട്ടതാണ് ഈ നാനാ നാമരൂപങ്ങളാകുന്ന പ്രപഞ്ചം. അതിൻ്റെ ലോകപാലന്മാരടക്കം എല്ലാ ലോകങ്ങളും പാലകന്മാരും എല്ലാം അങ്ങയിൽ അടങ്ങിയിരിക്കുന്നു. എല്ലാം കൂടി ചേർന്ന ഭാവമാണ് അങ്ങയുടേത്. അങ്ങയിൽ നിന്ന് വേർപെടുത്തി ഒരു വസ്തുവിനെയും തനിയെ അസ്തിത്വമുള്ളതാക്കി മാറ്റാൻ സാധ്യമല്ല. ഏതുപോലെ? അതാണ് ജലേ ജലൗകസഹ ഉദുംബരേ മശകാഹ യഥാ സഞ്ചിഹതേ തഥാ സഞ്ചിഹതേ. ജലേ ജലൗകസഹ, വലിയൊരു ജലാശയത്തിൽ ജലൗകസ്സുകൾ എന്ന് പറഞ്ഞാൽ ജലജീവികൾ, ജലം ഓകസ്സായിരിക്കുന്നവർ, ജലം വാസസ്ഥാനമായിരിക്കുന്നവർ. അപ്പോൾ ജലത്തിൽ വസിക്കുന്നവരൊക്കെ ജലത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതുപോലെയാണ് ഈ ജീവലോകം മുഴുവൻ ഭഗവാനിൽ മുങ്ങിക്കിടക്കുകയാണ്. നമ്മളെയൊക്കെ അകത്തും പുറത്തും ആവരണം ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട് ഈശ്വര ചൈതന്യം. അവിടെ ജലവും ജലജന്തുവും തമ്മിൽ ഭേദമുണ്ട്. അത് മാറ്റിയിട്ട് ദൃഷ്ടാന്തത്തിൽ നമ്മൾ എങ്ങനെയാണോ വെള്ളത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, വെള്ളത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ജലജന്തുക്കളൊക്കെ സഞ്ചരിക്കുന്നത് എന്നുള്ള ആ ഒരു ദൃഷ്ടാന്തം മാത്രമേ അവിടെ എടുക്കാൻ പാടുള്ളൂ. ഈ മത്സ്യം വേറെയാണല്ലോ, ജലം വേറെയാണല്ലോ എന്ന് തർക്കിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എടുക്കേണ്ട ഉദാഹരണം, വെള്ളത്തിൽ സഞ്ചരിക്കുന്ന ജലജന്തുക്കൾ വെള്ളത്തിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. പോയാൽ അവർക്ക് അസ്തിത്വമില്ല, എക്സിസ്റ്റൻസ് ഇല്ല, നശിച്ചു പോകും. ആ ജലത്തിലാണ് അവരുണ്ടായത്, ജലത്തിലാണ് നിലനിൽക്കുന്നത്, ജലത്തിൽ തന്നെയാണ് അവര് മരിച്ചു വീഴുന്നതും ലയം പ്രാപിക്കുന്നതും. അപ്പൊ അതുപോലെ ഈശ്വരനിലാണ് നമ്മളെല്ലാം നിലനിൽക്കുന്നത്, ഈശ്വരനാകുന്ന ആശ്രയത്തിൽ. ഇതാണ് ഇവിടെ
ജലേ ജലൗകസഹ, ജലത്തിൽ ജലജന്തുക്കൾ സഞ്ചരിക്കുന്നത് പോലെയും ഉദുംബരേ മശകാഹ, ഉദുംബരം എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം, അത്തിപ്പഴത്തിന്റെ ഉള്ളിലുള്ള ചെറുപ്രാണികൾ, മശകങ്ങൾ. അപ്പൊ അതും അതിന്റെ ഉള്ളിലാണ് വസിക്കുന്നത്. അവര് പുറത്തുള്ളതൊന്നും അറിയുന്നില്ല അല്ലേ? ഒരു ബ്രഹ്മാണ്ടത്തിൽ കഴിയുന്നവർക്ക് മറ്റ് ബ്രഹ്മാണ്ടങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുണ്ടോ? ഇല്ല. ഇനി പലരും കിണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെ അവനവന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകാതിരുന്നാൽ അടുത്ത വീട്ടിൽ എന്താ നടക്കണമെന്ന് അറിയോ? വാതിലും ജനലും ഒക്കെ കൊട്ടിയടച്ച് വലിയ വലിയ മതിലുകൾ കെട്ടി അടുത്ത വീട്ടിൽ എന്ത് നടന്നാലും തിരിഞ്ഞു നോക്കാതെ ഒരു ശബ്ദം കേട്ടാലും അഥവാ കേൾക്കുക തന്നെ ഇല്ല, ആ രീതിയിലാണ് അടച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ താൻ തൻ്റേതായിട്ടുള്ളൊരു ലോകത്തിൽ ഇരിക്കുന്നു, താനല്ലാതെ അവിടെ ആരുമില്ല. ആ ഒരു അറിവാണ് ഈ മശകത്തിനുള്ളത്, ഈ അത്തിപ്പഴത്തിലെ മശകത്തിനുള്ളത്. അതിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല, പുറത്തൊന്നുമില്ല. അപ്പോൾ ഈ ഒരവസ്ഥ ആണ് നമുക്കും പലപ്പോഴും ഉള്ളത്. നമ്മളും ഈ ഒരു ശരീരമാകുന്ന അത്തിപ്പഴത്തിൽ ഒതുങ്ങിപ്പോകാം, നമ്മുടെ ഗൃഹമാകുന്ന അത്തിപ്പഴത്തിൽ ഒതുങ്ങിപ്പോകാം, അല്ലെങ്കിൽ നമ്മുടെ ദേശം ആകുന്ന അത്തിപ്പഴത്തിൽ ഒതുങ്ങിപ്പോകാം. എന്നിട്ട് മറ്റ് ഉള്ളവരെ നമ്മൾ അറിയുന്നേ ഇല്ല, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയല്ല, അത്തിപ്പഴത്തുനിന്ന് പുറത്ത് വന്ന് നോക്കണം. പുറത്ത് വേറെയും അത്തിപ്പഴങ്ങളുണ്ട്, അതിനകത്തും ഇതുപോലെയുള്ളതായിട്ടുള്ള മശകങ്ങളുണ്ട്. ചുറ്റുപാടും ആ മരത്തിൽ മുഴുവൻ നിറയെ അത്തിപ്പഴങ്ങളാണ്. അതിലൊക്കെ നമ്മളെപ്പോലെ അത്തിപ്പഴങ്ങൾ ഉണ്ടാവും, അല്ല മശകങ്ങളുണ്ടാകും എന്ന് അത്തിപ്പഴത്തിന്റെ ഉള്ളിലുള്ള മശകം ചിന്തിക്കണം. പക്ഷെ ചിന്തിക്കില്ല, അറിയില്ല. ഇതുപോലെയാണ് നമ്മൾ ഇതിനകത്ത് ഭഗവാന്റെ ഉള്ളിൽ തന്നെയാണ് സകല ദേവന്മാരും ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവന്മാരൊന്നും ഭഗവാനിൽ നിന്ന് വ്യത്യസ്തരായി പുറത്തു പോകുന്നില്ല. ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട, ഭഗവാനാൽ വ്യാപിക്കപ്പെട്ടതായിട്ടുള്ള ആ ബ്രഹ്മാണ്ടത്തിന്റെ അകത്ത് തന്നെയാണ് ഈ കൊതുക്കളാകുന്ന മറ്റ് ദേവന്മാരൊക്കെ അവരവരുടെ വ്യവഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാനിൽ നിന്ന് പുറത്തു പോകുന്നില്ല, അവർ ഭഗവാനിൽ നിന്ന് അന്യരാവുന്നില്ല, ഉള്ളിൽ തന്നെയാണ് എന്നർത്ഥം. എല്ലാ ജീവജാലങ്ങളും ഭഗവാനിലിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ത്വയ്യവ്യയാത്മൻ പുരുഷേ പ്രകൽപ്പിതാഃ ലോകാഃ സപാലാ ബഹുജീവസങ്കുലാഃ യഥാ ജലേ സഞ്ചിഹതേ ജലൗകസോപി ഉദുംബരേ വാ മശകാ മനോമയേ യാനി യാനീഹ രൂപാണി ക്രീഡനാർത്ഥം ബിഭർഷിഃ തൈരാമൃഷ്ടശുചോ ലോകാഃ മുദാ ഗായന്തി തേ യശഃ യാനി യാനീഹ രൂപാണി ക്രീഡനാർത്ഥം ബിഭർഷിഃ തൈരാമൃഷ്ടശുചോ ലോകാഃ മുദാ ഗായന്തി തേ യശഃ. ത്വം ക്രീഡനാർത്ഥം യാനി യാനി രൂപാണി ബിഭർഷിഃ, അങ്ങ് ലീല ചെയ്യുവാനായി ക്രീഡിക്കുവാനായിക്കൊണ്ട് ഏതേത് രൂപങ്ങളെ ധരിക്കുന്നുവോ ബിഭർഷി. തൈഹി ആമൃഷ്ടശുചഃ ലോകാഃ തേ യശഃ മുദാ ഗായന്തി. തൈഹി ആ അവതാരമൂർത്തികളാൽ ആമൃഷ്ടശുചഃ കണ്ണുനീര് തുടച്ചിട്ട്, ശുചഃ എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്, ദുഃഖത്തിന്റെ പ്രകടമായിട്ടുള്ള ഭാവമാണ് കണ്ണുനീര്. അപ്പൊ അതിനെ ആമൃഷ്ടം എന്ന് പറഞ്ഞാലോ തുടച്ചു കളയുക, ശുദ്ധമാക്കുക എന്നർത്ഥം. നശിപ്പിക്കപ്പെട്ട ദുഃഖങ്ങളോടുകൂടി, താപങ്ങളോടുകൂടി എന്നർത്ഥത്തിന് കണ്ണുനീര് തുടച്ച് ആശ്വസിച്ച് എന്നും അർത്ഥം. ആമൃഷ്ടശുചഃ ലോകാഃ, ആ ലോകങ്ങൾ, ലോകത്തിലുള്ള ജനങ്ങൾ തേ യശഃ മുദാ ഗായന്തി, അങ്ങയുടെ യശസ്സിനെ സന്തോഷമായിട്ട് കീർത്തിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ വിവിധങ്ങളായ
രൂപങ്ങൾ, അവതാരമൂർത്തികൾ എല്ലാം ഭഗവാൻ ധരിക്കുന്നു. ആ ഭഗവാന്റെ അവതാരമൂർത്തികൾ ലോകത്തിന്റെ ദുഃഖത്തെ നീക്കിക്കൊടുക്കുന്നു. അപ്പൊ ലോകത്തിന്റെ ക്ലേശങ്ങളെ, ദുഃഖങ്ങളെ, പീഡകളെ നീക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ വിവിധ രൂപങ്ങൾ, വിവിധ അവതാരങ്ങൾ. അത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. അങ്ങനെ തന്നെയല്ലേ, ജനങ്ങൾക്ക് പീഡയുണ്ടാകുമ്പോൾ അവരെല്ലാം ഈശ്വരനെ ആർത്തരായി വിളിക്കുന്നു, അല്ലേ? പാലാഴിയുടെ അടുത്ത് ചെന്ന് എല്ലാവരും കൂടി സ്തുതിക്കുന്നതായിട്ടൊക്കെ പറയും. ബ്രഹ്മദേവനും ദേവന്മാരും എല്ലാവരും കൂടി ചെന്ന് സ്തുതിച്ചു. അവരൊക്കെ ആർക്ക് വേണ്ടിയാ സ്തുതിച്ചത്? നമ്മളും ഉണ്ട് കൂടെ. നമ്മുടെ പ്രശ്നമാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ നമ്മൾ അയച്ചിരിക്കുകയാണ് പാലാഴി തീരത്തിലേക്ക്. ദേവന്മാരും ബ്രഹ്മാവും ഒക്കെ നമ്മുടെ ഡെലിഗേറ്റ്സ് ആണ്. എല്ലാവരും കൂടി പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് വേണ്ടി അവരെല്ലാം കൂടി പോയി. എന്നിട്ട് കരഞ്ഞു പറഞ്ഞു, ഇതാ ഇവിടെ ഞങ്ങൾക്കൊക്കെ ശ്വാസം മുട്ടാണ്, ഇന്നെന്നെ ദുഷ്ടന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്, ഇവിടെ ജീവിച്ചു പോകാൻ വഴിയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കരഞ്ഞു. അതാണ് ശുചഹ. ആ ശോകം കണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞ പ്രകാരം ഭഗവാൻ മത്സ്യക്കൂർമ്മ വരാഹാദി രൂപങ്ങളെടുത്ത് ലോകത്തിന്റെ ദുഃഖത്തെ, എല്ലാവരുടെയും കണ്ണുനീരിനെ തുടച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ അതിന്റെ കൃതജ്ഞതയോടുകൂടെ എല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്നു, സന്തോഷമായി സ്തുതിക്കുന്നു. യാനി യാനീഹ രൂപാണി ക്രീഡനാർത്ഥം ബിഭർഷിഃ തൈരാമൃഷ്ടശുചോ ലോകാഃ മുദാ ഗായന്തി തേ യശഃ. ഭഗവാന്റെ യശസ്സിനെ മുദാ, മോദപൂർവം, സന്തോഷപൂർവം, അല്ലേ, ആ ഒരു കൃതജ്ഞതയോടുകൂടെ ഭഗവാനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം നീക്കിത്തന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച, ഞങ്ങളെ രക്ഷിച്ച അങ്ങേക്ക് നമസ്കാരം, നമസ്കാരം, നമസ്കാരം എന്ന് പറഞ്ഞ് എല്ലാവരും സ്തുതിക്കുന്നു. ആ സ്തുതികളെ ഇതാ അക്രൂരൻ തന്നെ എടുത്ത് സ്തുതിക്കുകയാണ്. പൂർവീകർ സ്തുതിച്ച അതേ സ്തുതികളെ കൊണ്ടുതാ ഞാനും അങ്ങയെ സ്തുതിക്കുന്നു. നമഃകാരണമത്സ്യായ പ്രളയാബ്ധിചരായ ച ഹയശീർഷ്ണേ നമസ്തുഭ്യം മധുകൈടവമൃത്യവേ. നമഃകാരണമത്സ്യായ പ്രളയാബ്ധിചരായ ച ഹയശീർഷ്ണേ നമസ്തുഭ്യം മധുകൈടവമൃത്യവേ. ഇപ്പോൾ ഭഗവാന്റെ രണ്ട് അവതാരങ്ങൾ ഇതിലെടുത്തു പറഞ്ഞു. മത്സ്യം ഹയഗ്രീവൻ, ഹയശീർഷ്ണേ, ഹയശിരസ്സോടുകൂടിയവനേ. അപ്പോ പ്രളയാബ്ധിചരായ കാരണമത്സ്യായ നമഃ. പ്രളയജലത്തിൽ, പ്രളയാബ്ധിയിൽ ചരിച്ചവൻ, ലോകങ്ങളെ രക്ഷിച്ചുകൊണ്ട്, അഥവാ ലോകങ്ങളുടെ ബീജങ്ങളെ തോണിയിലാക്കി, ഭൂമിയാകുന്ന തോണിയിലാക്കി സത്യവ്രതൻ എന്ന രാജാവിനോടുകൂടി, സപ്തർഷികളോടുകൂടി പ്രളയകാലത്ത് ഭഗവാൻ തന്റെ ഒറ്റക്കൊമ്പിൽ ഈ നാവത്തെ കെട്ടി രക്ഷിച്ചുകൊണ്ടിരുന്നു. വച്ചാൽ ഭാവിയിൽ സൃഷ്ടിക്കാനുള്ള എല്ലാം ഭഗവാനിൽ സുരക്ഷിതമായിരുന്നു. അങ്ങനെയുള്ള പ്രളയാബ്ധിചരായ, പ്രളയകാലത്ത് ശേഷിച്ചിരുന്നവനായ കാരണമത്സ്യായ, കാരണമത്സ്യസ്വരൂപനായിക്കൊണ്ട് പ്രളയസമുദ്രത്തിൽ വേദങ്ങളെ ഉദ്ധരിക്കുക എന്ന കാരണത്തിന്, അല്ലെ, ബ്രഹ്മദേവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതായിട്ടുള്ള വേദങ്ങളെ ഉദ്ധരിക്കാനായിക്കൊണ്ടും കാരണം കൊണ്ട് മത്സ്യമായി അവതരിച്ച അങ്ങേക്ക് നമസ്കാരം. ഹയശീർഷ്ണേ നമസ്തുഭ്യം മധുകൈടവമൃത്യവേ. മധുകൈടവമൃത്യവേ ഹയശീർഷ്ണേ തുഭ്യം നമഃ. മധു, കൈടവൻ എന്നിങ്ങനെയുള്ള രണ്ട് അസുരന്മാരെ കൊണ്ട് ഭൂമിക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അങ്ങ് ഹയശീർഷാവായിട്ട്, ഹയഗ്രീവനായിട്ട് അവരെ വധിച്ചു. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം, തുഭ്യം നമഃ. രണ്ടവതാരം പറഞ്ഞു. തുടർന്ന് അകൂപാരായ ബൃഹത്തെ നമോ മന്ദരധാരിണേ
ക്ഷിത്യുദ്ധാരവിഹാരായ നമഃ സൂകരമൂർത്തയേ അകൂപാരായ ബൃഹത്തെ നമോ മന്ദരധാരിണേ ക്ഷിത്യുദ്ധാരവിഹാരായ നമഃ സൂകരമൂർത്തയേ. ഇവിടെ ഒരവതാരം, കൂർമാവതാരം, അതാണ് ഈ ശ്ലോകത്തിലെ വിഷയം. എന്തിനാണ് കൂർമാവതാരം? മന്ദരധാരിണി, മന്ദരം ധരിക്കാനായിക്കൊണ്ട്. ദേവാസുരന്മാർ പാലാഴി മദനം ചെയ്തതായിട്ടുള്ള സമയത്ത് ആ മന്ദരപർവ്വതം താഴ്ന്നു പോയപ്പോൾ ആ മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കാനായിക്കൊണ്ട് അതാണ് മന്ദരധാരിണി. ബൃഹതേ അകൂപാരായ, അകൂപാരൻ എന്ന് പറഞ്ഞാല് വലിയ മറ്റേ ആമ എന്നർത്ഥം, കൂർമ്മം. ബൃഹതേ അകൂപാരായ, ബൃഹത്തായ 1,00,000 യോജന വിസ്താരമുള്ള മുതുകോട് കൂടിയിട്ടാണ്, പുറം ഭാഗത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ബൃഹതേ അകൂപാരായ നമഃ, അപ്രമേയനായ അങ്ങയ്ക്ക് നമസ്കാരം. ക്ഷിത്യുദ്ധാര വിഹാരായ, ക്ഷിതിയെ ഉദ്ധാരണം ചെയ്ത് വിഹരിച്ച, അവിടെ സുകരമൂർത്തിയുണ്ട്, വരാഹമൂർത്തിയുണ്ട്. ആദ്യത്തെ വരിയിൽ കൂർമാവതാരത്തെ പറഞ്ഞ് രണ്ടാമത്തെ വരിയിൽ സുകരമൂർത്തിയുണ്ട്. സുകരമൂർത്തി, വരാഹമൂർത്തി. ക്ഷിത്യുദ്ധാര വിഹാരായ സുകരമൂർത്തയേ നമഃ. ക്ഷിതിയെ ഉദ്ധാരം ചെയ്ത് വിഹരിച്ച, ഭൂമിയെ ഉദ്ധരിക്കുക എന്നുള്ള ലീല ചെയ്തതായിട്ടുള്ള ആ ഹിരണ്യാക്ഷന്റെ പിടിയിൽ നിന്ന്, രസാതലത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ചു വന്ന് ആ ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്ത യജ്ഞമൂർത്തിയായ സുകരമൂർത്തിക്ക് നമസ്കാരം, വരാഹമൂർത്തിക്ക് നമസ്കാരം. അകൂപാരായ ബൃഹത്തെ നമോ മന്ദരധാരിണേ ക്ഷിത്യുദ്ധാര വിഹാരായ നമഃ സൂകരമൂർത്തയേ. നമസ്തേ അത്ഭുതസിംഹായ സാധുലോകഭയാപഹ വാമനായ നമസ്തുഭ്യം ക്രാന്തത്രിഭുവനായ ച. ഭഗവാന്റെ അവതാരങ്ങൾ തുടരുകയാണ്. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ മുഴുവൻ കാണാം. 30-ാം ശ്ലോകം വരെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ രാവിലെ കാണാം.